ിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ബഹുമാനപ്പെട്ട അബൂബക്കറുൽ ഖഫാരി ശംസുൽ കബീർ എന്ന് പറയുന്ന ശാഫഈ മദ്ഹബിലെ വലിയ ഒരു ഇമാമിന്റെ മഖ്ബറയുണ്ട്. അതിനോട് തൊട്ടടുത്തൊരു വലിയ മഖ്ബറയും വലിയ പള്ളിയുമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അവിടെ ഒരു വലിയ കോളേജായിരുന്നു. പഴയ കാലത്ത് ഇൽമു പഠിപ്പിക്കുന്ന വലിയ കോളേജായിരുന്നു. ബഹുമാനപ്പെട്ട ഖഫാരി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ അവിടെയാണ്. പക്ഷേ ആ കോളേജിൽ നിന്ന് ഇൽമു പഠിപ്പിക്കുന്നില്ല. ആ കോളേജ് മുഴുവനും ബിസിനസ് സ്ഥാപനമായി മാറിപ്പോയിട്ടുണ്ട്. അവിടെയൊക്കെ ചന്ത നടക്കുകയാണ്. ആ ചന്തയിൽ സുബ്ഹാനല്ലാഹ് ഔറത്ത് മറച്ചവരും മറക്കാത്തവരുമായ സ്ത്രീകളും പുരുഷന്മാരും വന്ന് ബിസിനസ് നടത്തുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ഖഫാർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും അതോടനുബന്ധിച്ച് വേറെ ചില ഖബറുകളും അവിടെ കാണാനുണ്ട്. ഇപ്പുറത്ത് ഈ മുസ്ഹഫ് ഇങ്ങനെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പള്ളിയിൽ കയറി നിസ്കരിക്കണമെന്ന ബോധമുള്ളവർ വളരെ ചുരുക്കമാണ്. സൂറത്തുൽ ഫാത്തിഹ അറിയുന്നവർ വളരെ ചുരുക്കമാണ്. ഷഹാദത്ത് കലിമ തന്നെ അറിയുന്നവർ ചുരുക്കമാണ്. പക്ഷേ അവരെ മനസ്സിന്റെ ഉള്ളിൽ ഈമാനിന്റെ ചെറിയൊരു ശകലം ബാക്കിയുണ്ട്. കാണുന്നവരെല്ലാം ദുആ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയുന്നുണ്ട്. മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദും ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. ഉസ്താദ് അവர்களോട് എല്ലാവരും ഒന്ന് ദുആ ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് സ്വന്തത്തിൽ ഫാത്തിഹ അറിയില്ല. പലർക്കും ഫാത്തിഹ അറിയില്ല, പലർക്കും ഖുർആൻ അറിയില്ല. എവിടെ? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിൽ ഏറ്റവും വലിയ ഇമാമായിരുന്ന ബഹുമാനപ്പെട്ട ഇമാം ഖഫാർ റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. അവിടുന്ന് പിന്നീട് ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയി. ഇമാം അബൂ മൻസൂറിൽ മാതുരീദി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സിയാറത്ത് ചെയ്തു. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സിയാറത്ത് ചെയ്തു. ബഹുമാനപ്പെട്ട ബഹാഉദ്ദീൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സിയാറത്ത് ചെയ്തു. അതുപോലെ അഹ്റാർ വലി എന്ന് പറയുന്ന നഖ്ശബന്ദിയ തരീഖത്തിലെ വലിയൊരു ശൈഖിന്റെ ഖബർ സിയാറത്ത് ചെയ്തു. അങ്ങനെ തുടങ്ങി പല സ്ഥലങ്ങളും സിയാറത്ത് ചെയ്തു. കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായി അതാ ലോകത്ത് ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സിയാറത്ത് ചെയ്തു. അവിടെയെല്ലാം ആ മഹാന്മാരുടെ മഖ്ബറുകൾ വളരെ ഉയരത്തിൽ പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും ആ മഖ്ബറുകളോട് സമീപത്ത് പല സ്ഥലത്തും പള്ളികളുണ്ടെങ്കിലും അവിടെയുള്ള ജനങ്ങൾക്ക് ഇൽമ് ഇല്ല. അവർക്ക് പലർക്കും ഖുർആൻ ഓതാൻ അറിയില്ല, പലർക്കും നിസ്കരിക്കാൻ അറിയില്ല. ഈ ഒരവസ്ഥാവിശേഷം ലോകത്തുള്ള ഇമാമിങ്ങൾ ജീവിച്ചു വന്ന നാടുകളിൽ എന്തുകൊണ്ട് സംഭവിച്ചു? സംഭവിച്ചതിന്റെ കാരണം അവിടെയെല്ലാം ഭരണരംഗത്ത് വന്നിരുന്ന രാഷ്ട്രം കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയക്കാർ പണ്ഡിതന്മാരെ നാവടക്കിക്കളഞ്ഞു. പണ്ഡിതന്മാര് നെഞ്ഞൂക്കോടുകൂടെ പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ പിൽക്കാലത്ത് നെഞ്ഞൂക്കോടുകൂടെ സ്ഥൈര്യത്തോടെ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാര് ഇല്ലാതെയായപ്പോൾ അവിടങ്ങളിൽ ഇസ്ലാം ദീനിന്റെ അറിവുകൾ നശിപ്പിക്കപ്പെട്ടുപോയി. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഞങ്ങൾ ഒരു പള്ളി കണ്ടു. ആ പള്ളി കുറെ കാലമായി സിമന്റ് ഇട്ടുവെക്കുന്ന ഗോഡൌണായി ഉപയോഗിച്ച പള്ളിയാണ്. വേറൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു പള്ളി മണ്ണിട്ട് മൂടിക്കളഞ്ഞതാണ്. ഇപ്പോൾ അത് പുറത്തെടുത്തിട്ടുണ്ട്. സിമന്റ് വെക്കുന്ന വെറും ഗോഡൌണായി ഉപയോഗിച്ച പള്ളി അൽഹംദുലില്ലാഹ് ഇപ്പോൾ പെയിന്റൊക്കെ ചെയ്ത് നന്നാക്കി വരുന്നുണ്ട്. ഞാൻ ഇത് വെറുതെ പറഞ്ഞതല്ല. കടവത്തൂർക്കാരൻ പോക്കർ ഹാജി എന്റെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ. അതുപോലെ പലരും ഉണ്ടായിരുന്നു. കടവത്തൂരിലെ മഹ്മൂദ് ഹാജി ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഭാഗത്ത് തന്നെയുള്ള പലരും ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഒരുപോലെ കണ്ട കാഴ്ചയാണ്. ഞാനിതെന്തിനാണ് ഇവിടെ പറഞ്ഞത്? ലോകാടിസ്ഥാനത്തിൽ മുസ്ലിം പണ്ഡിതന്മാർ അവർ സത്യത്തിന്റെ പ്രചരണത്തിന് യാതൊരാളെയും കൂസാതെ ആർക്കും തലകുനിക്കാതെ സത്യം പ്രചരിപ്പിക്കാൻ വേണ്ടി, ഹക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി എന്തും ത്യാഗം ചെയ്യാൻ വേണ്ടി ഒരുങ്ങിപ്പുറപ്പെട്ടിട്ടില്ലെങ്കിൽ ദുന്യാവിന്റെ പൂജകന്മാരായ ആളുകൾ പരിശുദ്ധ ദീനിൽ ഇസ്ലാം
അതിന്റെ ആധാറുകൾ തന്നെ നശിപ്പിച്ചു കളയും. ഇൽമ് ഇവിടെ മൂടിപ്പോകും. അതുകൊണ്ട് തന്നെ ധൈര്യപൂർവം പ്രവർത്തിച്ച പണ്ഡിതന്മാർ അവരെ അനുസ്മരിക്കാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മഹാനവറുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അവിടുന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അറിവുകൾ നേടിയെടുക്കാൻ വേണ്ടി കുട്ടിക്കാലം മുതലേ നീണ്ട യാത്രകൾ ചെയ്തു. അങ്ങനെ ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്ത് മക്കയിലെത്തി. മക്കയിൽ നിന്നും നൂറുകണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്ത് മദീനയിൽ വന്നു. അങ്ങനെ പല സ്ഥലങ്ങളും ഈജിപ്തിലും ഇറാഖിലും പല സ്ഥലങ്ങളിലും കറങ്ങി. അങ്ങനെ ഹദീസുകൾ ഓരോന്നോരോന്ന് ക്രോഡീകരിച്ചു. 6 ലക്ഷത്തോളം ഹദീസ് മനഃപ്പാടമാക്കി. 6 ലക്ഷം ഹദീസുകളിൽ നിന്ന് 4000-ഓളം ഹദീസുകൾ മാത്രമാണ് സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആവർത്തനം ഒഴിവാക്കിയാൽ ആ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ മഹാനവറുകൾ കുളിക്കുകയും വധുവെടുക്കുകയും ഒക്കെ ചെയ്തിട്ട് നല്ല വസ്ത്രം ധരിച്ച് നല്ല തലയെ കെട്ടണിഞ്ഞ് വളരെ ഭംഗിയോടുകൂടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹദീസിനെ ബഹുമാനിക്കുക എന്ന നിലക്ക് എല്ലാ ഭംഗിയും അവിടുന്ന് ധരിച്ചതിന് ശേഷം 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം അതാ സഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് രേഖപ്പെടുത്തുന്നു. അങ്ങനെ ഏറ്റവും ക്ലിയറായ ഒരു തർക്കത്തിനും ഒരു കാലത്തും അവകാശമില്ലാത്ത വിധം 4000-ഓളം ഹദീസുകൾ സഹീഹുൽ ബുഖാരിയിൽ ക്രോഡീകരിച്ചു. ആ കാലഘട്ടത്തിൽ ഒരു കക്ഷികൾ ഇവിടെ രംഗത്ത് വന്നു. ആ കക്ഷികളാണ് സുഹൃത്തുക്കളെ ജഹ്മിയ്യാക്കൾ എന്ന് പറയുന്നത്. ആ ജഹ്മിയ്യാക്കൾ എന്ന് പറയുന്ന കക്ഷികളുടെ വാദമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അറിയാം അല്ലാഹു സ്ഥലകാലതീതനാണ്. അഥവാ അല്ലാഹുവിന് സ്ഥലത്തിന്റെ ആവശ്യമില്ല. എല്ലാ സ്ഥലങ്ങളും ആകാശങ്ങളും ഭൂമികളും അർശും കുർസിയും ലൗഹും ഖലമും ചന്ദ്രനും ചൊവ്വയും ബുധനും ശുക്രനും സൂര്യനും ഭൂമിയും എല്ലാം ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയ രാജാവാണ് അല്ലാഹ്. അല്ലാഹുവിന് സ്ഥലത്തിന്റെ ആവശ്യം ഇല്ല. അവൻ ഒരു സ്ഥലത്താണെന്നും പറയാൻ പാടില്ല. അല്ലാഹു എല്ലാ സ്ഥലത്തും പരന്നു കിടക്കുന്നു എന്ന് വാദിച്ചവരാണ് ജഹ്മികൾ. ഈ ജഹ്മികൾ വളരെ പിഴച്ചുപോയ കക്ഷികളാണ്. സുബ്ഹാനല്ലാഹ്, ഇപ്പോൾ പറയാൻ സമയം ഇല്ല. ഞാൻ മലപ്പുറം ജില്ലയിലെ കൂട്ടായി എന്ന് പറയുന്ന പ്രദേശത്ത് നൂർഷാ ത്വരീഖത്തിനെതിരെ പ്രസംഗിച്ച സീഡിയുണ്ട്. നൂർഷാ ത്വരീഖത്ത് എന്ന പേരിൽ ചിലർ അതൊരു നല്ല ത്വരീഖത്താണ് എന്ന് മനസ്സിലാക്കി വിവരമില്ലാത്ത ചിലർ അതിൽ പെട്ടുപോയവർ ഉണ്ട്. അവരുടെ വിശ്വാസരംഗത്തുള്ള കടുത്ത തെറ്റുകൾ ഞാൻ ആ പ്രസംഗത്തിൽ അവരുടെ വാചകങ്ങൾ ക്ലിപ്പിട്ട് കേൾപ്പിച്ച് കിതാബുകൾ ഉദ്ധരിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ സമയത്ത് ഞാൻ വിവരിച്ചിട്ടുണ്ട് ജഹ്മിയാക്കളുടെ വാദത്തെ സംബന്ധിച്ച്. പടച്ചവൻ എല്ലാ സ്ഥലത്തും പരന്നു കിടക്കുന്നു എന്ന വാദം ജഹ്മികളുടെ വാദമാണ്. ആ വാദം ഉന്നയിച്ച കക്ഷികൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടായിരുന്നു. അവർക്കെതിരെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സംസാരിച്ചപ്പോൾ, ആ പുത്തനാശയക്കാർക്കെതിരെ സംസാരിച്ചപ്പോൾ, ആ പുത്തനാശയക്കാർക്ക് സ്വാധീനമുള്ള രാഷ്ട്രത്തലവൻ ഭരണാധികാരി, ആ ഭരണാധികാരിയെ സ്വാധീനിച്ചുകൊണ്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് കളവായ ആരോപണങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു. നേരത്തെ ഇവിടെ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞപ്പോ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു രത്നം കട്ടു എന്ന് ആരോപണം പറഞ്ഞു എന്ന് നിങ്ങൾ കേട്ടില്ലേ? അതുപോലെ മഹാന്മാരായ ആലിമീങ്ങള്
മഹാന്മാരായ ഔലിയാക്കള്, മഹാന്മാരായ ഇമാമിങ്ങള്, അവരിൽപ്പെട്ട പലർക്കും പല ആരോപണങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് ശുദ്ധമായ കളവ് പടച്ചവനെ പേടിക്കാത്തവർ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിനെ ഭയപ്പെടാത്തവർ കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്ക് അള്ളാഹുവിനെ പേടിയില്ല, അവർക്ക് അലിമീങ്ങളെന്ന കണക്കില്ല, സാലിഹീങ്ങളെന്ന കണക്കില്ല, ഔലിയാക്കളെന്ന കണക്കില്ല. അവർ അവരുടെ കാര്യലാഭത്തിന് വേണ്ടി എന്ത് കളവും പറയും. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് കള്ളം പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോൾ അന്ന് ഭരണസ്വാധീനമുണ്ടായിരുന്ന ഭരണാധികാരി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സ്വന്തം നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക്, സ്വന്തം നാട്ടിൽ താമസിക്കാൻ അനുവദിക്കാതെ വേറൊരു നാട്ടിലേക്ക് നാട് കടത്തുകയുണ്ടായി. ലോകം മുഴുക്കെയുള്ള മഹാന്മാർക്ക് സഹീഹായ ഹദീസ് എത്തിച്ചു കൊടുത്ത വകയിൽ പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വിശ്വസ്തമായ കിതാബെന്ന് ലോക മുസ്ലിമീങ്ങൾ ഒരുപോലെ സമ്മതിക്കുന്ന സഹീഹുൽ ബുഖാരിയും അതുപോലെ അദബുൽ മുഫ്റദും താരീഖുൽ കബീറും ഇങ്ങനെ ഒരുപാട് കിതാബുകൾ രചിച്ച ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ അനുവദിച്ചില്ല. അന്നത്തെ രാഷ്ട്രീയ സ്വാധീനമുള്ള രാഷ്ട്രത്തലവന്മാർ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാതിരുന്നപ്പോൾ ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ കുടുംബങ്ങളുള്ള മറ്റൊരു നാട്ടിൽ പോയി ഇമാം ബുഖാരി താമസിക്കുമ്പോൾ അവിടെ വെച്ച് പടച്ച റബ്ബിനോട് ഒരൊറ്റ ദുആ, അല്ലാഹുമ്മ ഇൻ കാനത്തിൽ വഫാത്തു ഖൈറൻ ലീ ഫഖ്ബിൽനീ ഇലൈക്. അല്ലാഹുവേ, മരണമാണ് എനിക്ക് ഖൈർ എങ്കിൽ നീ എന്നെ നിന്നിലേക്ക് പിടിച്ചെടുക്കണേ എന്നൊരൊറ്റ ദുആ. ആ ദുആ നടത്തിയപ്പോൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വഫാത്തായി പോയി. ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ, വലിയ പടുകൂറ്റൻ മഖ്ബറ മഹാനവറുകൾക്ക് ഉണ്ട്. അതിന്റെ ചുറ്റുഭാഗത്ത് വലിയ കോംപ്ലക്സ് ഉണ്ട്, പള്ളിയും ഉണ്ട്. പക്ഷേ അവിടെയും ദീനിയായ അറിവ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഇല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, എന്തുകൊണ്ട് ഇമാം ബുഖാരിയൊക്കെ ധൈര്യത്തോടെ സ്ഥൈര്യത്തോടെ ആരെയും ഭയപ്പെടാതെ ദീന് പറഞ്ഞു. പക്ഷേ പിൽക്കാലത്ത് അതേ നിലയ്ക്ക് ഏറ്റുപിടിക്കാനുള്ള പണ്ഡിതന്മാരുണ്ടായില്ല. അപ്പോൾ പിന്നെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങൾ പലരും ചോദ്യം ചെയ്യുമ്പോൾ അതിനെ നേരിടാനുള്ള പണ്ഡിതന്മാർ ധൈര്യപൂർവം ഉണ്ടാകാത്തത് കൊണ്ട് അവിടെയെല്ലാം ദീനുൽ ഇസ്ലാമിന്റെ കാര്യം വളരെ പരിതാപകരമായി പോയി കാണുമ്പോൾ നമുക്ക് കരച്ചിൽ വരും. ഞാനിത് പറഞ്ഞു വന്നത്, പണ്ഡിതന്മാർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. അവരവരുടെ ഉത്തരവാദിത്വം മാത്രമല്ല, മറ്റുള്ള ജനങ്ങളെ സന്മാർഗത്തിൽ നയിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞ് ജീവിക്കുന്ന പണ്ഡിതന്മാർ വേണം, അവരുടെ പ്രവർത്തനങ്ങൾ വേണം. അവിടെ ഒരിക്കലും ഒരാളോടും പണ്ഡിതന്റെ മനസ്സിൽ വൈരാഗ്യമോ വിദ്വേഷമോ വെച്ച് പുലർത്തരുത്. മറിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളെല്ലാം നന്നാകണം, എല്ലാവർക്കും ഈമാന് കിട്ടണം, എല്ലാവരും സൽക്കർമ്മികളാകണം, എല്ലാവരും സത്യത്തിലായി ജീവിക്കണം. ഈ താഴ്ന്ന ലോകത്തുള്ള ചെറിയ ജീവിതത്തിനു വേണ്ടി നീണ്ട ജീവിതം നഷ്ടപ്പെട്ടുകൂടാ. ഈ ചിന്തയിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാര് വേണം. ആ പണ്ഡിതന്മാർക്ക് 100% പിന്തുണ പ്രഖ്യാപിക്കുന്ന മുഅ്മിനീങ്ങൾ വേണം. എങ്കിലേ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുകയുള്ളൂ. അവിടെയാണ് പണ്ഡിതന്മാരുടെ പവർ. ഹക്ക് തുറന്ന് പറയുന്ന പണ്ഡിതന്മാര് വേണം. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. നീണ്ട പ്രസംഗങ്ങൾ കേൾക്കേണ്ടവർക്കൊക്കെ എല്ലാ വിഷയത്തിലും CD ഉണ്ട്. വല്ലസ്രി സൂറത്ത് തന്നെ ഞാൻ 2 ദിവസം പ്രസംഗിച്ച CD ഉണ്ട്. അതുപോലെ എല്ലാ സൂറത്തുകളും ഉണ്ട്. അൽ കഹ്ഫ് സൂറത്ത് 15 ദിവസത്തോളം പ്രസംഗിച്ചിട്ടുണ്ട്.
അങ്ങനെ പല സൂറത്തുകളും സംസാരിച്ച CD ഉണ്ട്. ഇപ്പോൾ നീട്ടി സംസാരിക്കുന്നില്ല, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എന്റെ പ്രസംഗം നിർത്തുകയാണ്. അതിലിടക്ക് സൂചിപ്പിക്കുന്നു, സിറാജുൽ ഹുദയുടെ കലണ്ടർ ഉണ്ട്. എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങണം. നിങ്ങൾക്ക് എത്ര പൈസയും കൊടുക്കാം, ചുരുങ്ങിയത് 20 ഉറുപ്പിയെങ്കിലും കൊടുക്കണം. എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങണം എന്ന് സൂചിപ്പിക്കുന്നു. സിറാജുൽ ഹുദ എന്നത് അത് പുല്ലൂക്കരക്കാരുടെ ഒരു സ്ഥാപനമാണ്. കാരണം സിറാജുൽ ഹുദയിൽ നേരത്തെ ഇവിടെ പ്രസംഗിച്ച മുത്തലിബ് ഉസ്താദും ഇബ്രാഹിം ഉസ്താദും വിനീതനായ ഞാനും ഞങ്ങളെല്ലാം പുല്ലൂക്കരയിൽ നിന്ന് വളർന്നതാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ഉമ്മമാരുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷണം തന്ന രക്ഷിതാക്കളുണ്ട്, അവരിൽ പലരും മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ എല്ലാം ഖബർ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അതുപോലെ ജീവിച്ചിരിക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്, അവർക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. സിറാജുൽ ഹുദ അൽഹംദുലില്ലാഹ് 10,000-ലധികം കുട്ടികൾ സിറാജുൽ ഹുദയുടെ കീഴിൽ പല സ്ഥലങ്ങളിലായി പഠിക്കുന്നുണ്ട്. 1000-ഓളം കുട്ടികൾ താമസിച്ച് പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരിൽ 300-ഓളം കുട്ടികൾ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കുട്ടികളാണ്. ഞാനിന്ന് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ വടകര ഇറങ്ങി. ഞാൻ സുബഹി നിസ്കരിച്ചത് നാദാപുരം ദാറുൽ ഹുദയിൽ വെച്ചാണ്. സുബഹി നിസ്കരിച്ചപ്പോൾ അവിടെ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഒരു സ്ഥാപനം നാദാപുരം ടൗണിൽ തുടങ്ങാൻ വേണ്ടി നമ്മൾ സ്ഥലമെടുത്തിട്ടുണ്ട്. അത് തുടങ്ങാൻ വേണ്ടിയുള്ള തുടക്കം എന്ന നിലക്ക് കുറച്ച് കുട്ടികളെ ദാറുൽ ഹുദയിൽ കൊണ്ടുവന്ന് ചേർത്തിട്ടുണ്ട്. അവിടെ തൽക്കാലം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരാളൊരു വീട് തന്നിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന് ഖൈറും ബർക്കത്തും സലാഹിയത്തും കൊടുക്കട്ടെ. ആ കുട്ടികളും അവിടെ ദേവാ കോളേജിൽ പഠിക്കുന്ന കുട്ടികളും സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോൾ അവരോട് ഒരു 5 മിനിറ്റ് ഉപദേശം നൽകണമെന്ന് ഉസ്താദുമാര് പറഞ്ഞപ്പോൾ ഞാൻ ആ ഉപദേശം നൽകി എന്റെ വീട്ടിലെത്തും കുറച്ച് വൈകി. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ നാദാപുരത്തും പാറക്കടവിലും കുറ്റിയാടിയിലും പല സ്ഥലങ്ങളിലായി നമ്മുടെ പെരിങ്ങത്തൂർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കുട്ടികൾ ദീനും ദുനിയാവും രണ്ടും പഠിക്കുന്നുണ്ട്. ദീൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു നയാകാശും ഫീസ് വാങ്ങുന്നില്ല. അവർക്ക് നമ്മൾ ഫാത്തിഹ പഠിപ്പിക്കുന്നുണ്ട്, ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, നിസ്കാരം പഠിപ്പിക്കുന്നുണ്ട്, ഒളു പഠിപ്പിക്കുന്നുണ്ട്, ദീനിന്റെ ചിട്ടകളൊക്കെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ 10 ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കുന്നുണ്ട്. യതീം കുട്ടികളാണെങ്കിൽ 5 പൈസയും വാങ്ങാതെ എല്ലാ വിവരവും കൊടുക്കുന്നുണ്ട്, ബസ്സടക്കം ഫ്രീ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന മുഴുവൻ സേവനങ്ങളും സിറാജുൽ ഹുദയുടെ കീഴിലാണ്. ആ മഹത്തായ സ്ഥാപനത്തിന്റെ കലണ്ടർ നിങ്ങളുടെ ഒക്കെ ചുമരുകളിൽ തൂങ്ങിക്കിടക്കുകയെന്ന് നിങ്ങൾക്കും കൂടി ഒരു അഭിമാനമാണ്. അതുകൊണ്ട് എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങണം എന്ന് മാത്രം ഉണർത്തുന്നു. ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ വെള്ളിയാഴ്ച സിറാജുൽ ഹുദയിൽ ദിക്ർ ഹൽക്കയുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. കായക്കൊടിയിൽ സിറാജുൽ ഹുദയുടെ കീഴിൽ ഒരു മദ്രസ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനം അസർക്ക് നടക്കുന്നുണ്ട്. അതിൽ ഈ അടുത്ത് മരണപ്പെട്ടു പോയ പാണക്കാട് അൻവർ ശിഹാബ് തങ്ങളുടെ ജ്യേഷ്ഠന്മാര് 2 സയ്യിദന്മാരും പാണക്കാട് നിന്ന് അവിടെ പങ്കെടുക്കുന്നുണ്ട്. അല്ലാഹു തങ്ങളുടെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. സയ്യിദ് അലി ബാഫഖി തങ്ങളും പങ്കെടുക്കുന്നുണ്ട്. ആ പരിപാടിയിലൊക്കെ നിങ്ങളെ ക്ഷണിക്കുന്നു. ദിക്ർ ഹൽക്കയിലും പാണക്കാട് നിന്നുള്ള ആ 2 സയ്യിദന്മാരും പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. സുഹൃത്തുക്കളെ, ഞാൻ ഈ അടുത്ത് എൻ്റെ മനസ്സ് വളരെ വേദനിച്ച 1-2 വിഷയങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്ന്, ഇപ്പൊ പറഞ്ഞാൽ ആർക്കൊക്കെയാണ് കൊള്ളുക എന്നൊന്നും എനിക്കറിയൂടാ. ഞാൻ കണ്ട് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് പറയാൻ. ഈ കല്യാണ വീടുകളിൽ കല്യാണം കഴിഞ്ഞിട്ട് പുതിയാപ്പള പോകാന്ന് പറഞ്ഞൊരു ഏർപ്പാട്. സുബ്ഹാന ജല്ല ജലാലു, അത് തുടങ്ങിയിട്ട് കൊല്ലം കുറേ ആയി. അതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ട് ഇപ്പം നിലനിൽക്കുന്നത്. നമ്മളെ ബാപ്പാരൊക്കെ പുതിയാപ്പള പോയതുകൊണ്ടാണ് നമ്മളുണ്ടായത്. അതുകൊണ്ട് പുതിയാപ്പള പോകുന്നതും പുതിയേറ്റാർ വരുന്നതും ഒന്നും തെറ്റായ കാര്യമൊന്നുമല്ല. അതൊക്കെ നമ്മുടെ നാട്ടിൽ നേരത്തെ നടന്നു വരുന്ന അത്തരം പരിപാടികളൊന്നും നിർത്തേണ്ട കാര്യവുമല്ല. പക്ഷേ ഇപ്പോൾ അതൊരു ആഭാസകരമാകുന്ന വിധത്തിൽ പല സ്ഥലത്തും പരിഷ്കാരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരനാകുമോ എന്നും ഭയപ്പെട്ടിട്ട് മാത്രം പറയാൻ. ഈ അടുത്ത് നടന്ന ഒരു പുതിയാപ്പള പോക്കിനെ സംബന്ധിച്ച് എന്നോട് ഒരാൾ പറഞ്ഞു. അത് നിങ്ങളെ ഇവിടെയൊന്നും അല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പുതിയാപ്പളിനെ അന്വേഷിച്ചു പോയ ആളുകൾ പുതിയാപ്പളിനെ അന്വേഷിച്ചു ചെന്നപ്പോ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ പുതിയാപ്പള ഇരിക്കുന്നില്ല. അപ്പൊ കാരണം ചോദിച്ചപ്പോ ബൈനോമ്പാണ് എന്ന് പറഞ്ഞു. അതായത് റമദാൻ കഴിഞ്ഞാൽ ശവ്വാൽ മാസത്തിൽ 6 ദിവസം നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. അത് പെരുന്നാളിനോട് തൊട്ടടുത്തുള്ള 6 ദിവസമാണ് ഏറ്റവും പുണ്യം.
അപ്പൊ ബൈനോമ്പാണ് പുതിയാപ്പളക്ക് എന്ന് പറഞ്ഞപ്പോ അന്വേഷിക്കാൻ പോയ ആളുകൾക്കൊക്കെ വലിയ സന്തോഷമായി. നല്ലൊരു ദീനീബോധമുള്ള ചെറുപ്പക്കാരനാണല്ലോ, വലിയ സന്തോഷം. അങ്ങനെ അവർ സന്തോഷപൂർവ്വം വന്ന് കല്യാണ പരിപാടിയൊക്കെ നിശ്ചയിച്ചൊക്കെ റെഡിയായി. പുതിയാപ്പളിനെ സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ നാട്ടിലെ പ്രമുഖന്മാരും ആളുകളൊക്കെ കുടുംബങ്ങളൊക്കെ കാത്തു നിൽക്കുമ്പോ പുതിയാപ്പള വന്ന് വണ്ടിയിൽ ഇറങ്ങി. എങ്ങനെ ഇറങ്ങിയത്? ആ ഉറങ്ങിപ്പോയാളെ വിളിച്ചാൽ മനെ. പുതിയാപ്പള വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് എങ്ങനെ? ഒരു ലുങ്കിത്തുണി കൊടുത്തിട്ടാണ് പുതിയാപ്പള. ഒരുപാട് കാലമായി പുതിയാപ്പള വരുന്നത് കണ്ടവരാണ് നമ്മളൊക്കെ. അപ്പൊ ഈ പുതിയാപ്പള വന്ന് ഒരു ലുങ്കിത്തുണി കൊടുത്തിട്ടാണ്. അപ്പൊ ഈ നേരത്തെ നിശ്ചയിക്കാൻ പോയ നാട്ടിലെ കാരണവന്മാർക്കും നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ഒരു വല്ലാത്ത വിഷമം. പുതിയാപ്പള ഒരു ലുങ്കിത്തുണി കൊടുത്ത് പുതിയാപ്പള ഇവനെന്ത് കോമാളിയാ എന്ന നിലക്ക് എല്ലാവരും വിഷമിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരാൾ വന്നിട്ട് ഇവന്റെ ലുങ്കിത്തുണി ചൊട്ടി അങ്ങോട്ട് കഴിച്ചാൽ അവന്റെ കൂട്ടത്തിൽ തന്നെ പെട്ട ഒരാൾ. എല്ലാവരും കൂടി കൂക്ക് വിളിയും. അപ്പൊ അതിന്റെ ചുവടെ ഒരു പാന്റ് ധരിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതോടുകൂടി അവിടെയുള്ള മാന്യന്മാര് പലരും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയി. ഉണ്ടായ സംഭവം എന്നോട് ഒരാൾ പറഞ്ഞത് പറയാൻ. ഞാൻ ഇവിടെ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു കോമാളിക്കളി കളിക്കേണ്ട ആവശ്യം എന്താണ് ചെറുപ്പക്കാരെ? ഇങ്ങനെ ഒരു കോമാളിക്കളിയുടെ ആവശ്യം എന്താണ്? നമുക്ക് മാന്യമായ വസ്ത്രധാരണയും മാന്യമായ സംസ്കാരവും മാന്യമായ ശൈലിയും നമ്മളെ മുൻഗാമികൾ കാണിച്ചു തന്നിട്ടില്ലേ? അത് വിട്ടിട്ട് ഈ ആഭാസകരമായ ശൈലി എന്തിന് നാം പിന്തുടരണം? ഇത് ഞാൻ ഒരു സംഭവം കേട്ടതാണ്. വേറൊരു സംഭവം ഞാൻ കേട്ടതും കൂടി ഞാൻ പറയാം. സുബ്ഹാനല്ലാഹ്. കല്യാണ വീട്ടിൽ പുതിയാപ്പിള വന്ന് ഇറങ്ങി. മാലയൊക്കെ ഇട്ട് പുതിയാപ്പിളയാണെന്ന് തോന്നുന്ന എല്ലാ ലക്ഷണങ്ങളും ഉള്ള നിലക്ക് മാലയൊക്കെ ഇട്ട് വന്ന് ഇറങ്ങിയിട്ട് ഇവനിങ്ങനെ ചിരിക്കുന്നു, വേറുള്ളവരും ചിരിക്കുന്നു. സംഭവം ഒന്നും അറിയുന്നില്ല. എല്ലാവരും പുതിയാപ്പിളയാണെന്ന് കൈയെല്ലാം കൊടുത്ത് വളരെ ആദരവോടെ സ്നേഹിച്ച് ബഹുമാനിച്ച് ആദരിച്ച് ഇരുത്തി. കുറച്ച് കഴിയുമ്പോൾ വേറൊരു വണ്ടിയിൽ ഒറിജിനൽ പുതിയാപ്പിള ഇറങ്ങുന്നു. ആദ്യത്തെ ഡ്യൂപ്ലിക്കേറ്റാണ്. ആദ്യം വന്നത് ഡ്യൂപ്ലിക്കേറ്റ് പുതിയാപ്പിളയാണ്, പിന്നെ ഒറിജിനൽ പുതിയാപ്പിള വരുന്നു. സുബ്ഹാനല്ലാഹ്. ആ നാട്ടിലുള്ള മാന്യന്മാരും ഈ പുതിയ പെണ്ണിന്റെ കുടുംബക്കാരൊക്കെ ഇളിഭ്യരായി. കാരണം നേരത്തെ കൈകൊടുത്ത് വലിയ ബഹുമാനിച്ച ആള് പുതിയാപ്പിളല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നേരത്തെ പുതിയാപ്പിളിനെ കണ്ട ആളുകൾ ഇങ്ങനെ സംശയം പറഞ്ഞു, ഇവനല്ലല്ലോ ഇങ്ങനെ സംശയം പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്താണ് മറ്റവ മെല്ലെ ഇറങ്ങി വരുന്നത്. സുബ്ഹാനല്ലാഹ്. അവിടെ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും ഇളിഭ്യരാക്കി. ആദ്യം തന്നെ ചെയ്തൊരു പണിയാണ്. ഇത് കഴിഞ്ഞിട്ട് അതൊക്കെ കൂടി ആ നാട്ടുകാരും കുറക്കാർ കൂടി സഹിച്ചു, ക്ഷമിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇവൻ റൂമിന്റെ ഉള്ളിലേക്ക് പോയി ഇരിക്കുമ്പോ അവന്റെ കൂടെ ഒരു 3-4 സുഹൃത്തുക്കളും ഈ കോമാളി പുതിയാപ്പളി ഡ്യൂപ്ലിക്കേറ്റും ഒന്നായിട്ട് അവിടെ പോയിരുന്നു. പുതിയ പെണ്ണിനെ കൊണ്ടുവന്ന് ഈ റൂമിലേക്ക് കയറ്റുമ്പോ നിങ്ങളൊക്കെ ഒന്ന് ഇറങ്ങി നിൽക്കി, പെണ്ണിനെ റൂമിലേക്ക് കൊണ്ടുവരണമെന്ന് നാട്ടുകാർ പോയി പറയുമ്പോ അവൾ വന്നോട്ടെ, ഞങ്ങൾ ഇവിടെ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. യാതൊരു ലജ്ജയും ഇല്ലാതെ ആ അന്യപുരുഷന്മാരായ ചെറുപ്പക്കാർ പറയണം, അവള് വന്നോട്ടെ, ഞങ്ങൾ ഇവിടെ ഉണ്ടാവും, ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് ഞങ്ങളകട്ട് ഇറങ്ങും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവരും മുസ്ലിമീങ്ങൾ തന്നെയല്ലേ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ذلك أزكى لهم إن الله خبير بما يصنعون وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن ولا يبدين زينتهن إلا ما ظهر منها. അന്യപുരുഷന്മാർ അന്യ സ്ത്രീകളിലേക്ക് നോക്കാൻ പാടില്ല, അന്യ സ്ത്രീകൾ അന്യ പുരുഷന്മാരിലേക്ക് നോക്കാൻ പാടില്ല, കണ്ണടച്ചു കൊള്ളണം എന്ന് വരെ പരിശുദ്ധ ഖുർആൻ നിർദ്ദേശിക്കുമ്പോൾ ഞങ്ങൾ ഖുർആൻ സ്വീകരിക്കുന്നവരാണ്. ഞങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ്. ഞങ്ങൾ പള്ളിയുടെയും മദ്രസയും ഒക്കെ ആളുകളാണ്. ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. ഞങ്ങൾക്ക് റമദാനിലെ നോമ്പാണ്, ഞങ്ങൾക്ക് പെരുന്നാള്
ശവ്വാൽ മാസം 1-ാം തീയതി ഞങ്ങൾക്ക് അതാ ചെറിയ പെരുന്നാളാണ്, ദുൽഹജ്ജ് 10 ഞങ്ങൾക്ക് വലിയ പെരുന്നാളാണ് എന്ന് പറഞ്ഞ് മുസ്ലിമിന്റെ ശിആറുകൾ അംഗീകരിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരെ, പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശം വലിച്ചെറിഞ്ഞ് അന്യ പെണ്ണിന്റെ കൂടെ ചിത്രമെടുക്കാൻ കോമാളി പുതിയാപ്പിളയായി വന്ന് ജനങ്ങളെ ഇൻസൾട്ടാക്കുന്ന ഈ സംസ്കാരം ഏത് കക്ഷികളിൽ നിന്ന് പിടിച്ചെടുത്തതാണ്? ഈ കോമാളിത്തരം നമ്മുടെ സമുദായത്തിലേക്ക് കടന്നു വന്നത് എവിടെ നിന്നാണ്? സുബ്ഹാനല്ലാഹ്, വേറൊരു പുതിയാപ്പിള പോക്ക്. അതെങ്ങനെയെന്നറിയോ? വലിയൊരു JCBന്റെ കൈ, അതിനുള്ളൊരു തൊട്ടിയുണ്ടല്ലോ, ഈ തൊട്ടിയിൽ പുതിയാപ്പിളയും പുതിയ പെണ്ണും ഇരുന്നിട്ട് JCBയിൽ പുതിയാപ്പിള വന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആഭാസമാകാൻ വേറെ എന്തെങ്കിലും വേണോ? ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ദുഷിച്ച ശൈലി, ഒരു ദുഷിച്ച സംസ്കാരം നമ്മളെ നാട്ടിലുള്ള ഹൈന്ദവ സഹോദരന്മാർക്കുണ്ടോ? നമ്മളെ നാട്ടിൽ വിവാഹം കഴിക്കൽ ഹിന്ദുക്കളും വിവാഹം കഴിക്കുന്നില്ലേ? ക്രിസ്ത്യാനികളും വിവാഹം കഴിക്കുന്നില്ലേ? അവരുടെ ആചാരപ്രകാരം അവരുടെ ദേവാലയങ്ങളിൽ പോയി മാലയിടലാണോ? അല്ലെങ്കിൽ അവരുടെ ദേവാലയത്തിൽ പോയി അവരെ ആചാരമാണോ? അതവർ നിർവഹിച്ച് മാനമായി അവർ പുതിയാപ്പിള പോവുകയും വരികയും ചെയ്യുന്നില്ലേ? അവരുടെ കല്യാണാവശ്യങ്ങൾ നടക്കുന്നില്ലേ? ഈ മുസ്ലിം ചെറുപ്പക്കാർക്ക് മാത്രം ഈ ആഭാസകരമായ പരിപാടി എവിടുന്ന് വന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ആഭാസങ്ങൾ നടക്കുമ്പോ ഇത് നടത്തരുതെന്ന് പറയാൻ പള്ളിയിലെ ഖതീബന്മാർക്ക് എന്തുകൊണ്ട് ധൈര്യമില്ല? എന്തുകൊണ്ട് പള്ളിയിലെ മുദരിസന്മാർക്ക് ധൈര്യമില്ല? എന്തുകൊണ്ട് പണ്ഡിതന്മാരും മിണ്ടുന്നില്ല? സുബ്ഹാനല്ലാഹ്, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ പത്തിരിയും ഇറച്ചിയും മദ്ഹബായി പോവുകയാണോ? ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാളോട് ചോദിച്ചു, ആ വ്യക്തിയുടെ മദ്ഹബ് ഏതാണ്? പത്തിരി ഇറച്ചിയാണ്. അതെന്താന്ന് ചോദിച്ചു. പത്തിരി ഇറച്ചി വീട്ടിൽ നിന്നെടുത്ത അയാളെ മദ്ഹബ്. അയാൾ പത്തിരി ഇറച്ചി ഏത് മദ്ഹബാറാ കൊടുക്കുക, മദ്ഹബിൽ അയാൾ ഉണ്ടാവും. ഇങ്ങനെ പത്തിരി ഇറച്ചിയും മദ്ഹബാകാൻ പറ്റുമോ പണ്ഡിതന്മാർക്ക്? പണ്ഡിതന്മാർ ഈ സമുദായത്തെ ശരിയായ വഴിയിൽ നടത്തേണ്ടവരല്ലേ? ആഭാസകരമായ പ്രവർത്തനങ്ങളിൽ ഈ സമുദായത്തെ തടയേണ്ടവരല്ലേ? അതിനുവേണ്ടി അതാ കാരണവന്മാർക്കും നേതാക്കൾക്കും നിർദ്ദേശം നൽകേണ്ടവരല്ലേ? പണ്ഡിതന്മാര് തുറന്ന് പറയേണ്ടവരല്ലേ? എന്തുകൊണ്ട് പള്ളിയിലെ ഖതീബന്മാര് പറയുന്നില്ല? എന്തുകൊണ്ട് വാളിന്റെ സദസ്സുകൾ ഓർമ്മിപ്പിക്കുന്നില്ല? എന്തുകൊണ്ട് പ്രസംഗദസ്സുകൾ പറയുന്നില്ല? പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് മുസ്ലിയാരെ പിരിച്ചുവിട്ടു പോകും, അല്ലെങ്കിൽ മുസ്ലിയാരെ പേരിൽ നടപടിയെടുക്കും, അല്ലെങ്കിൽ മുസ്ലിയാരെ കൂക്ക് വിളിക്കും, അല്ലെങ്കിൽ മുസ്ലിയാരെ കല്ലെറിയും. അങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെടാത്ത ഒരു വിഭാഗത്തെ ഭയപ്പെട്ടതിന്റെ പേരിൽ പണ്ഡിതന്മാര് മിണ്ടാതിരുന്നപ്പോൾ ക്രിസ്തീയ സമുദായം അവരുടെ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചില്ലേ? യഹൂദികൾ വ്യതിചലിച്ചില്ലേ? ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അഹ്ബാർ, പടച്ച റബ്ബ് പറഞ്ഞില്ലേ, ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അഹ്ബാർ അൻ ഖൗലിഹിമുൽ ഇസ്മ വഅഖലിഹിമുസ് സുഹത ലബിസ മാ കാനൂ യസ്നഊൻ. ജൂതമതത്തിലും ക്രിസ്തീയ മതത്തിലുമുള്ള പല പണ്ഡിതന്മാരും തെറ്റായ ആശയങ്ങൾ പറയുമ്പോൾ അവർ മിണ്ടിയില്ല. പലരും പലിശ വാങ്ങുമ്പോൾ അതിനെതിരെ പ്രതികരിച്ചില്ല. തെറ്റായ രൂപത്തിൽ പണം സമ്പാദിക്കുമ്പോൾ അതിനെതിരെ മിണ്ടിയില്ല. അങ്ങനെ വന്നപ്പോൾ ആ പണ്ഡിതന്മാർ ദുഷിച്ചുപോയി. ആ പണ്ഡിതന്മാർ അവരുടെ കാര്യലാഭത്തിന് വേണ്ടി ജനങ്ങളെ പിന്നിൽ നിർത്തി. ആ പണ്ഡിതന്മാർ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതനുസരിച്ച് നീങ്ങുന്ന ആളുകൾക്ക് സത്യത്തിലെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുജീബ്, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? മുജീബ് DC ആയിട്ടുണ്ടല്ലോ. പക്ഷേ DC ആയിട്ടുണ്ടാവില്ല, മൈക്ക് കയ്യിൽ നിന്ന് പോയതായിരിക്കും. ബൗൺസ് ചെയ്യല്ലേ? മുജീബ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല എന്ന് തോന്നുന്നില്ലേ? അൽഹംദുലില്ലാഹ്, നല്ല പ്രഭാഷണമായിരുന്നു. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ പ്രഭാഷണം ഇന്ന് നാടുകളിലൊക്കെ, ചില നാടുകളിലൊക്കെ അരങ്ങേറുന്ന ആഭാസകരമായ പ്രവണത, കല്യാണ സദസ്സുകളിലൊക്കെ, അതിനെക്കുറിച്ചുള്ള ഉസ്താദിന്റെ പ്രഭാഷണമാണ് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാ പ്രവർത്തനവും വെയിറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും.
സംസ്കാരം സംസാരത്തിലുണ്ടാകണം, പ്രവർത്തനത്തിലുണ്ടാകണം, പോക്കിലുണ്ടാകണം, വരവിലുണ്ടാകണം, യാത്രയിലുണ്ടാകണം, നമ്മുടെ കല്യാണങ്ങളിലുണ്ടാകണം, ബിസിനസ്സുകളിലുണ്ടാകണം, നമ്മുടെ എല്ലാ വിഷയത്തിലും ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുവിങ്കൽ സ്വീകാര്യോഗ്യമായ പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അതൊരു മുസ്ലിമിന്റെ കല്യാണമാണ്, അതൊരു മുസ്ലിമിന്റെ വീടാണ്, അതൊരു മുസ്ലിമിന്റെ സംസ്കാരമാണ്, അതൊരു മുസ്ലിമിന്റെ സംസാരമാണ്, അതൊരു മുസ്ലിമിന്റെ സംസ്കാരമാണ്, അതൊരു മുസ്ലിമിന്റെ സ്വഭാവമാണ്, അതൊരു മുസ്ലിമിന്റെ ബിസിനസ്സാണ്, അതൊരു മുസ്ലിമിന്റെ തൊഴിലാണ്, അതൊരു മുസ്ലിമിന്റെ ജീവിതമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന വിധം സത്യം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം മുസ്ലിമീങ്ങളെ. നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കും ചിലര്. കാര്യമൊക്കെ ഉണ്ടാവും, കാര്യമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ 1000-ൽ ഒരാൾ ഹിദായത്താവും. ഒറ്റ ഒരാൾ ഹിദായത്തായാൽ തന്നെ നമുക്ക് ദുനിയാവ് മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഖൈറാണ്, വളരെ ഖൈറാണ്. സുഹൃത്തുക്കളെ, ഒരു 2-3 മുമ്പ് 3 ഡോക്ടർമാര് ഞാനുമായി ബന്ധപ്പെട്ടു. അതിൽ ഒരു ഡോക്ടർ വയനാട്ടിൽ സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹം കുറ്റ്യാടിയിൽ ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. വേറെ ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ കുട്ടികളൊക്കെ കൂട്ടി ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അവർക്ക് രണ്ടാൾക്കും പറയാനുള്ളത്, SOSന്റെ കീഴിൽ 60ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ ഒരുപാട് ആശുപത്രിയിലെ വാർഡുകൾ ഏറ്റെടുത്ത് നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ആംബുലൻസുകളും വാട്ടർ ബെഡുകളും അതുപോലെ വീൽ ചെയറുകളും ഒക്കെ പാവപ്പെട്ട രോഗികൾക്ക് ഓരോ സോണിലും 60 വീതമൊക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരുവനന്തപുരത്ത് റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ സമീപത്ത് പല നാടുകളിൽ നിന്നും ക്യാൻസർ രോഗികളും മറ്റ് രോഗികൾ അവിടെ ശ്രീചിത്ര മെഡിക്കൽ കോളേജിലുമൊക്കെ വരുമ്പോ ആ രോഗികൾക്കും കൂടെയുള്ളവർക്കും ഒരല്പം തങ്ങാനും വിശ്രമിക്കാനും നിസ്കരിക്കാനും ഒക്കെയുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ ഏകദേശം 10 കോടി രൂപയോളം ചെലവ് വരുന്ന ഒരു വലിയ ബിൽഡിംഗ് നിർമ്മിക്കാൻ പോവുകയാണ്. സ്ഥലം എടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ SOSന്റെ കീഴിൽ 60ാം വാർഷികം പ്രഖ്യാപിച്ചതിന് ശേഷം പല സ്ഥലത്തും സജീവമായി നടക്കുകയാണ്. അപ്പൊ കൂട്ടത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രചരണ രംഗത്തും പ്രവർത്തന രംഗത്തും അവരെയും കൂടി കൂട്ടിച്ചേർക്കണം എന്ന് പറയാനാണ് ആ ദീനീബോധമുള്ള 2 ചെറുപ്പക്കാരായ ഡോക്ടർമാര് വന്നത്. പക്ഷേ ഞാൻ പാറക്കടവിൽ നമ്മുടെ പൊന്നങ്കോട്ട് അബൂക്കർ ഹാജി ഹജ്ജിന് പോകുന്ന ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. അല്ലാഹു തആല ഹജ്ജിന് പോയ ധാരാളം ആളുകൾ ഉണ്ടല്ലോ, അതുപോലെ പോകുന്നവരും ഉണ്ടല്ലോ. അല്ലാഹു തആല പോയവർക്കും പോകുന്നവർക്കും ഒക്കെ ഹജ്ജും ഉംറയും സിയാറത്തും ഒക്കെ സന്തോഷത്തോടെ ചെയ്ത് തിരിച്ചു വരാൻ തൗഫീഖ് നൽകട്ടെ. അവിടെ ഉള്ള സമയത്ത് ഒരു സ്ത്രീ ഡോക്ടർ വിളിച്ചു. മലപ്പുറം ജില്ലയിൽ നിന്നാണ് വിളിച്ചത്. ആ സ്ത്രീ ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ്. ആ ഡോക്ടർ വിളിച്ചിട്ട് കരയുകയാണ്. ആ ഡോക്ടർ വിളിച്ചിട്ട് പറയുന്നത് എന്താണ്? ഡോക്ടർ പറയുന്നത്, ഉസ്താദെ സങ്കടം തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ പറയുന്നത് എന്താണ്? എത്രയോ പർദ്ദയിട്ട സ്ത്രീകൾ എന്റെ സമീപത്തേക്ക് വരുന്നു. അവരാവശ്യം എന്താണ്? അവർ ഗർഭിണികളാണ്. ആ ഗർഭിണികളായ സ്ത്രീകൾക്ക് അവർക്ക് അബോർഷനാക്കി കൊടുക്കണം. അതിനുവേണ്ടി പർദ്ദയും ധരിച്ചുകൊണ്ടാണ് വരുന്നത്. മറ്റു ചില ഹൈന്ദവ സഹോദരിമാരും വരുന്നുണ്ട്. പക്ഷെ അവരോട് അതൊരു കുട്ടിയെ കുത്തിക്കൊല്ലുന്നത് പോലെയാണ്. നിങ്ങളെ സ്വന്തം കുട്ടിയെ നിങ്ങളെ വയറ്റിലിട്ട് കൊല്ലരുത് എന്ന് പറയുമ്പോ ഹൈന്ദവ സ്ത്രീകൾ പലരും അതിൽ നിന്ന് പിന്മാറുന്നുണ്ട്. പക്ഷെ നമ്മളെ മുസ്ലിം സ്ത്രീകൾ പലരും പർദ്ദയും ഇട്ട് വന്നിട്ട് അലസിപ്പിച്ചു കൊടുക്കണം എന്നിങ്ങനെ പറയുമ്പോ അവർ അതിൽ നീ എത്ര പറഞ്ഞിട്ടും പിന്തിരിയുന്നില്ല. ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു, നിങ്ങളൊരിക്കലും അതിന് പിന്തുണക്കരുത്. ആ ഡോക്ടർ എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെയും ചെയ്തിട്ടില്ല, ഇനി ഞാൻ മരിക്കുന്നവരെ ചെയ്യുകയുമില്ല. പക്ഷേ നിങ്ങളെ പ്രസംഗത്തിലൊക്കെ ഒന്ന് പറയണം, നമ്മുടെ മുസ്ലിം സഹോദരിമാർ
ഇത്രയും അതപ്പതിച്ചു പോയല്ലോ. സ്വന്തം മക്കളെ വയറ്റിലിട്ട് കൊല്ലുന്നതിന് യാതൊരു വിരോധവുമില്ലാത്ത വിധം സുബ്ഹാനല്ലാഹ് വൈദൽ മൗദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് അതാ സംസ്കാരം പഠിപ്പിക്കുന്നതിന് മുമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മനുഷ്യത്വം പഠിപ്പിക്കുന്നതിന് മുമ്പ് മക്കയിലുണ്ടായിരുന്ന പലരും ജനിച്ചത് പെൺകുട്ടികളാണെങ്കിൽ ജീവനോടെ കൊണ്ടുപോയി കുഴിച്ചു മൂടാറുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി വഅ്ള് പറഞ്ഞു പഠിച്ചത് ഈ പുല്ലൂക്കരയിലാണ്, ഈ സ്ഥലത്തു തന്നെയാണ്. സുഹൃത്തുക്കളെ, അന്ന് വഅ്ള് പറയാൻ എന്നെ സ്റ്റേജിലേക്ക് പറഞ്ഞയച്ചത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളും PP അഹമ്മദ് ഹാജിയും അസ്ഹാജിയും അതുപോലെ അഹമ്മദ് ഹാജിയും മൂസഹാജിയും അങ്ങനെ കുറെ കാരണവന്മാരുണ്ടായിരുന്നു. അള്ളാഹു അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകട്ടെ, അവരെയും നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ആ സമയത്തിന്റെ വഅ്ളിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് എത്രയോ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയവരുണ്ട്. പക്ഷേ അത് ജനിച്ചതിന്റെ ശേഷമാണ്. ജനിക്കുന്നതിന് മുമ്പ് സ്വന്തം വയറ്റിലിട്ട് മക്കളെ കൊല്ലുന്ന ഉമ്മമാർ അവരെത്ര വലിയ പാതകം ചെയ്യുന്നവരാണ്. ഞാൻ പറഞ്ഞു വന്നത്, സുഹൃത്തുക്കളെ, സ്വന്തം മക്കളെ വയറ്റിലിട്ട് കൊല്ലുന്നതിന് ഒരു മടിയുമില്ലാത്ത സഹോദരിമാർ, എന്താണ് ഈ നിലക്ക് നമ്മുടെ സമുദായം അതപ്പതിച്ചു പോകാൻ കാരണം? അങ്ങനെ അതപ്പതിച്ചു പോകാനുള്ള കാരണം എന്താണ്? അത് ദീനിൽ നിന്ന് അകന്നു എന്നത് തന്നെയല്ലേ? പറഞ്ഞാൽ കാര്യമുണ്ടോ എന്ന് ചിലർ ചോദിക്കും. കാര്യമൊക്കെ ഉണ്ടാവും. ഞാൻ ഇവിടെ വഅ്ള് പറഞ്ഞ് പഠിച്ച കാലത്ത് എൻ്റെ നാട്ടിൽ വഅ്ള് പറയണമെന്ന് എൻ്റെ നാട്ടുകാർ ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരാഴ്ചയോ 10 ദിവസമോ ഞാൻ ഇവിടെ വഅ്ള് പറഞ്ഞു. ഇവിടെ വഅ്ള് പറഞ്ഞു തുടങ്ങി എൻ്റെ നേരെ പിന്നത്തെ കൊല്ലാണെന്ന് എൻ്റെ ഓർമ്മ അല്ലേ, ആ കൊല്ലം തന്നെ വഅ്ള് പറഞ്ഞു. അന്ന് ഞാൻ ഊന്നി പറഞ്ഞു, സ്ത്രീകൾ പർദ്ദ ധരിക്കണം. കാരണം അന്ന് പർദ്ദ ധരിക്കൽ ഇല്ല, നമ്മളെ സ്ത്രീകൾ പർദ്ദ ധരിക്കൽ ഇല്ല. സ്ത്രീകളൊക്കെ സാരി ധരിച്ചിട്ടാണ് പുറത്തിറക്കുന്നത്. അക്കാലം അങ്ങനെ സാരി ധരിച്ചിട്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളും പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കണം, പർദ്ദ ധരിക്കുന്നില്ല. അപ്പൊ ഞാനന്ന് ഊന്നി പറഞ്ഞു, പർദ്ദ ധരിക്കണം എന്ന് ഊന്നി പറഞ്ഞു. പക്ഷെ എനിക്കന്ന് തോന്നി, ഞാനിത് പറയാന്നല്ലാതെ വല്ല കാര്യം ഉണ്ടാവോ? കാര്യം ഉണ്ടായാലും ഇല്ലെങ്കിലും എന്റെ കർത്തവ്യം ഞാൻ നിർവഹിക്കണ്ടേ. ഞാൻ ഊന്നി പറഞ്ഞു, അൽഹംദുലില്ലാ, ഞാൻ കല്യാണം കഴിച്ചപ്പോ എന്റെ ഭാര്യയ്ക്ക് ഞാൻ സാരി എടുത്തില്ല, ഞാൻ പർദ്ദ എടുത്തു. എന്റെ ഭാര്യയ്ക്ക് പർദ്ദ ധരിപ്പിച്ചു. അത് കണ്ടപ്പോ എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയും പർദ്ദ ധരിക്കാൻ തുടങ്ങി. ഞങ്ങളൊരു കല്യാണ വീട്ടിൽ പോയി, എന്റെ കുടുംബത്തിൽ തന്നെ ഒരു കല്യാണ വീട്ടിൽ പോയി. ആ വീട്ടിൽ നിന്ന് എന്റെ ഭാര്യയും ജ്യേഷ്ഠന്റെ ഭാര്യയും അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാള്, 2 വക്കീൽമാരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. കാരണം കറുത്തത് ധരിച്ചതുകൊണ്ട്. ഞാനിപ്പോഴും അത് ഓർമ്മിക്കുകയാണ്. പക്ഷേ അൽഹംദുലില്ലാ, നമ്മൾ ആ ഒരു പ്രസംഗം കൊണ്ട് നിർത്തിയിട്ടില്ല. പിന്നെയും പറഞ്ഞു, നമ്മളും പറഞ്ഞു, നമ്മളെ സുഹൃത്തുക്കളും പറഞ്ഞു, നമ്മളെ ഉസ്താദുമാരും പറഞ്ഞു, ശിഷ്യന്മാരും പറഞ്ഞു. അൽഹംദുലില്ലാ, ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം പർദ്ദ ധരിക്കുന്ന സ്ത്രീകളായി പോയി. അതുകൊണ്ട് പറഞ്ഞിട്ട് ഫലമുണ്ടാകൂല എന്ന് ആരും ധരിക്കരുത്. പറയുന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം. ഫലം ചെയ്യിപ്പിക്കുന്നവൻ അള്ളാഹുവാണ്. ഫലം ചെയ്യിപ്പിക്കുന്നവൻ അള്ളാഹുവാണ്. നമ്മൾ പറയുന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം. ഇനി ഒരാളും സ്വീകരിച്ചില്ലെങ്കിലും നമ്മൾ കടപ്പാട് വീട്ടിയല്ലോ, നമുക്കതിൻ്റെ മനസ്സമാധാനമുണ്ടല്ലോ. സുഹൃത്തുക്കളെ, മനുഷ്യൻ വിജയിയാകണമെങ്കിൽ 4 കാര്യം വേണമെന്നല്ലേ പറഞ്ഞത്? ഇല്ലല്ലദീന ആമനൂ, ഒന്നാമത്തത് ഈമാനാണ്. ഉറച്ച ഈമാന് വേണം, ഉറച്ച വിശ്വാസം വേണം.
ആ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന കക്ഷികളാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ മുഴുവനും. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ജീവിതം നയിക്കണം. ഈമാൻ നശിപ്പിക്കുന്ന വിഭാഗമാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ മുഴുവനും. ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് പറയട്ടെ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ ആവർത്തിച്ച് പറഞ്ഞതെന്താണ്? ആവർത്തിച്ചു കൊടുത്ത ഒരു ഹദീസ് എന്താണ്? മൻ അഹ്ദസ ഔ അവാ മുഹദ്ദിസൻ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫർളോ സുന്നത്തോ ആയ ഒരൊറ്റ അമലും അല്ലാഹു സ്വീകരിക്കൂല. അള്ളാഹുവിന്റെ ലഅനത്തും മലക്കുകളുടെ ലഅനത്തും എല്ലാ മഹാന്മാരായ ജനങ്ങളുടെ ലഅനത്തും ഉണ്ട്. ആർക്ക്? ഒരു മനുഷ്യൻ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വിട്ടുപോയാൽ, ഒരു മനുഷ്യൻ പുത്തനാശയക്കാരനായാൽ, മുഹദ്ദിസൻ അല്ലെങ്കിൽ പുത്തനാശയക്കാരനാകണമെന്നില്ല, മറിച്ച് പുത്തനാശയക്കാരനെ കൂട്ടുപിടിച്ച് മതരംഗത്ത് അവനെ കൂട്ടുപിടിച്ച് പ്രവർത്തിച്ചാൽ, അവന് വേണ്ട ഒത്താശ ചെയ്താൽ, അവന് അഭയം നൽകിയാൽ, സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തുപോയവനും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ കൂട്ടുപിടിച്ചും ബഹുമാനിച്ചും സ്നേഹിച്ചും ജീവിക്കുന്നവനും ഈ രണ്ട് കക്ഷികൾക്കും അള്ളാന്റെ ലഅനത്തുണ്ട്, മലക്കുകളെ ലഅനത്തുണ്ട്, സർവമഹാന്മാരെ ലഅനത്തുമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹബീബായ നബി തങ്ങൾ പറയുന്നു, ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ. ഫർളോ സുന്നത്തോ ആയ ഒരൊറ്റ അമലും അല്ലാഹു സ്വീകരിക്കൂല. അത്തരക്കാരിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കൂല. പിന്നെ അവൻ നിസ്കരിച്ചിട്ട് എന്താണ് കാര്യം? നോമ്പെടുത്തിട്ട് എന്താണ് കാര്യം? ധർമ്മം ചെയ്തിട്ട് എന്താണ് കാര്യം? അതുപോലെ അവൻ എന്ത് ചെയ്തിട്ട് എന്താണ് കാര്യം? അല്ലാഹു ഖബൂൽ ചെയ്യൂല. ഇത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ബഹുമാനപ്പെട്ട പുല്ലൂക്കർ ഉസ്താദിന്റെ ഏറ്റവും വലിയൊരു മഹത്വം എന്തായിരുന്നു? ഉറച്ച സുന്നത്ത് ജമാഅത്ത്. അൽഹംദുലില്ലാഹ്, ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്, ഉസ്താദിന്റെ നാട്ടിൽ നൂഞ്ഞേരിയിൽ ഒരു സമ്മേളനത്തിൽ ചിത്താരി ഉസ്താദുണ്ട്, കാന്തപുര ഉസ്താദുണ്ട്, അങ്ങനെ വലിയ വലിയ ആലിമീങ്ങൾ പലരും ഉണ്ട്. വിനീതനായ എന്നെയും പ്രസംഗിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്, ഞാനും ഉണ്ട് സ്റ്റേജിന്മേൽ. ഉസ്താദ് പ്രസംഗിക്കാൻ നിന്ന് ഉസ്താദ് അവിടുന്ന് ഉസ്താദ് പറഞ്ഞൊരു വാക്കാ, പലരും ചോദിക്കുന്നു നിങ്ങൾ ഏപ്പിന്റെ ആളാണോ? ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഏപ്പിന്റെ ആളല്ല. പിന്നെ ഞാൻ മുമ്പേ ഉസ്താദുമാരിൽ പഠിച്ചത് സുന്നിയല്ലാത്ത കക്ഷികളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല, സുന്നിയല്ലാത്ത കക്ഷികളെ ഇമാമത്ത് നിർത്താൻ പാടില്ല, സുന്നിയല്ലാത്ത കക്ഷികളെ ആദരിക്കാനും സ്നേഹിക്കാനും പാടില്ല എന്നാണ് എനിക്ക് ഉസ്താദുമാരൊക്കെ പഠിപ്പിച്ചതും ഞാൻ എല്ലാ കിതാബിലും കണ്ടതും അങ്ങനെയാണ്. അങ്ങനെ എ പിയും പറയുന്നുണ്ട് എന്ന് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി, എ പി എന്റെ ആളാണ് എന്ന് മനസ്സിലായി. ഉസ്താദിന്റെ പ്രസംഗം ഞാൻ എ പിന്റെ ആളായതല്ല, എ പി എന്റെ ആളാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എ പിയേക്കാൾ സീനിയറാണ് ബാഖിയാത്തിൽ പഠിക്കുന്ന സമയത്ത്. അവിടെ എ പി ഞാൻ പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട് എന്ന് കേട്ടപ്പോ എനിക്ക് സന്തോഷമായി. ഈ എന്ന് ഉസ്താദിന്റെ പ്രസംഗം ഞാൻ എന്റെ ചെവിട് കൊണ്ട് കേട്ട് ഞാൻ ഓർമ്മിക്കുകയാണ്. സുഹൃത്തുക്കളെ, സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കണം. സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് 5 വഖ്ത് ഖളാ ആകാതെ നിസ്കരിക്കണം. നമ്മൾ സുബ്ഹി അടക്കം ഖളാക്കുന്നവരാകരുത്. പള്ളിയുടെ തൊട്ടടുത്ത് ജീവിക്കുന്നവർ കഴിയുന്നതും പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കണം. പരമാവധി ജമാഅത്തിന് പങ്കെടുക്കണം. ലാ സലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. പള്ളിയുടെ തൊട്ടടുത്തുള്ള ആളുകൾക്ക് പള്ളിയിൽ വെച്ചല്ലാതെ പൂർണ്ണമായ നിസ്കാരമില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പള്ളിയിൽ ജമാഅത്ത് നടക്കണം, പള്ളിയിൽ ജമാഅത്ത് നിസ്കരിക്കാൻ ശ്രമിക്കണം. അതുപോലെ 5 വക്തും ഖളാ ആകാതെ നിസ്കരിക്കണം. അതുപോലെ സകാത്ത് കൊടുക്കണം, സദഖ നൽകണം, സൽക്കർമ്മം ചെയ്യണം, ആലിമീങ്ങളെ ആദരിക്കണം. ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയരുത്, സയ്യിദന്മാരെ രാഷ്ട്രീയം നോക്കി നിന്ദിക്കരുത്,
എല്ലാ ആലിമീങ്ങളെയും ആദരിക്കണം, എല്ലാ സയ്യിദന്മാരെയും സ്നേഹിക്കണം, ബഹുമാനിക്കണം, പ്രായമുള്ളവരോട് ബഹുമാനം കാണിക്കണം, കുടുംബബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം. മതം ഏതായിരുന്നാലും എല്ലാ മതക്കാരോടും സൗഹാർദ്ദത്തിൽ ജീവിക്കണം. തീവ്രവാദികളോ ഭീകരവാദികളോ വർഗീയവാദികളോ ആയി പോകരുത്. ഈ ഭൂമി ലോകത്ത് സ്ഥാനമാനം ഉദ്ദേശിക്കുന്നതിന് പകരം ഈ ഭൂമി ലോകത്ത് പടച്ച റബ്ബിന്റെ വിനയമുള്ള ഒരടിമയായി ജീവിക്കാൻ നോക്കണം. മരണത്തിന്റെ സമയം നമുക്കറിയില്ല. മരിക്കലെല്ലാവരും മരിച്ചു പോകും. ഉസ്താദ് അവറുകൾ മരിച്ചത് പെട്ടെന്നാണ്. പക്ഷേ മരണത്തിന് വേണ്ടി ഒരുങ്ങിയ ജീവിതമായിരുന്നു. വെറും കേവലം ഒരു 500 റുപ്യ ഒരാൾക്ക് കൊടുക്കാനുണ്ടായിട്ട് ആ 500 റുപ്യ ഇന്നാൾക്ക് കൊടുക്കാനുണ്ട്, തലയണിയുടെ ചുവടയുണ്ടെന്ന് പള്ളിയിലുള്ളവരെ അന്നത്തെ ദിവസവും ഏൽപ്പിച്ചുകൊണ്ടാണ് അവിടുന്ന് ജീവിച്ചത്. തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി ഒതുവെടുത്ത് പള്ളിയിൽ കയറിയപ്പോ പാതിരാ സമയത്ത് അള്ളാഹുവിന്റെ അവധി എത്തിയപ്പോൾ ഉസ്താദ് അവറുകൾ വിട പറഞ്ഞുപോയി. ഈ പാവപ്പെട്ട ഞാൻ എപ്പോഴാണ് വിട പറയുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങളെപ്പോഴാണ് വിട പറയുന്നതെന്നറിയില്ല. നിശ്ചയിക്കപ്പെട്ട സമയത്ത് യാത്ര ചെയ്യാതെ ഒരാൾക്കും നിർവാഹമില്ല. രോഗങ്ങൾ പലതുമുള്ളവരുണ്ട്, ആരോഗ്യമുള്ളവരുണ്ട്. ഒരു രോഗവുമില്ലാത്തവരല്ലേ പലരും മറിഞ്ഞു വീഴുന്നത്. രോഗമുള്ളവരും മരിച്ചു വീഴുകയല്ലേ. ഇന്ന് ഞാൻ വരുന്ന വരവിൽ 2 മരിച്ച വീടുകളിൽ കയറിയിട്ടുണ്ട്. അള്ളാഹു ആ മയ്യത്തുകൾക്കെല്ലാം പുറത്തു കൊടുക്കട്ടെ. അവരെയും നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ബഹുമാനപ്പെട്ട അൻവർ ശിഹാബ് തങ്ങൾ പാണക്കാട് ഈ അടുത്ത് മരിച്ച വിവരം ഞാൻ പറഞ്ഞു. തങ്ങളവറുകൾ എന്നെക്കാൾ പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ബാപ്പ സയ്യിദ് ഹുസൈൻ ശിഹാബ് തങ്ങൾ ആറ്റക്കോയ തങ്ങൾ പാണക്കാട് ഒരു 3 വർഷമായിട്ടേ ഉള്ളൂ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ വലിയ ആലിമായിരുന്നു. ഞാൻ അന്തമാൻ ദ്വീപിലേക്ക് യാത്ര ചെയ്തത് തങ്ങളുടെ കൂടെയായിരുന്നു. ഞങ്ങളുടെ കൂടെ വേറെയും പലരും, കാന്തപുരം ഉസ്താദും അതുപോലെ തന്നെ ഒരുപാട് ആലിമീങ്ങളും സയ്യിദന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ മരണപ്പെട്ടത് ഇതൊരു 3 വർഷമേ ആയിട്ടുള്ളൂ. തങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് ആരെങ്കിലും വന്നാൽ അവർക്ക് ദിക്ർ പറഞ്ഞു കൊടുക്കുകയും അതുപോലെ ചിലപ്പോൾ എന്തെങ്കിലും മന്ത്രിക്കാൻ പറഞ്ഞു കൊടുക്കുക ചെയ്യുന്ന ചികിത്സ നടത്താറുണ്ടായിരുന്നു. അൻവർ ശിഹാബ് തങ്ങൾ വീട്ടിൽ വെച്ച് ചികിത്സക്ക് വേണ്ടി വന്ന ഒരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്ഷീണമാകുന്നു എന്ന് പറഞ്ഞു. ആ ക്ഷീണം ആകുന്നു എന്ന് പറഞ്ഞ് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോയി. ആ പോകുന്ന സ്ഥലത്ത് തന്നെ കുഴഞ്ഞു വീണ് തങ്ങളവറുകൾ മരണപ്പെട്ടു പോയി. സിറാജുൽ ഹുദയുടെ ദേവാ കോളേജിന്റെ ഉദ്ഘാടന സമയത്ത് തങ്ങളവറുകൾ കിറ്റാടിയിൽ വന്നിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് ചെറുപ്പക്കാർക്കും, ഏത് സയ്യിദിനും, ഏത് പണ്ഡിതനും, ഏത് വ്യക്തിക്കും എപ്പോഴും മരിക്കാം. ഈ സംസാരിക്കുന്ന ഞാൻ എൻ്റെ പ്രസംഗം തീരുന്നത് വരെ ജീവിക്കുമെന്നതിന് ഗ്യാരണ്ടിയില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരെ, നമ്മുടെ ആയുസ്സിൽ ബറക്കത്ത് ചെയ്യേണ്ടവൻ ആരാണ്? നമ്മുടെ കല്യാണങ്ങളിൽ ബറക്കത്ത് ചെയ്യേണ്ടവൻ ആരാണ്? നമ്മുടെ മക്കളിൽ ബറക്കത്ത് തരേണ്ടവൻ ആരാണ്? നമ്മുടെ ആരോഗ്യത്തിൽ ബറക്കത്ത് തരേണ്ടവൻ ആരാണ്? ചോദിക്കട്ടെ, ഒരു വിവാഹം നടക്കുമ്പോൾ ആ വിവാഹം കഴിഞ്ഞാൽ മക്കളെ കൊടുക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? സന്താനമില്ലാത്ത വൈവാഹിക ജീവിതത്തിൽ സന്തോഷമുണ്ടോ? ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുകയാണ്. 2-3 ആഴ്ച മുമ്പ് എൻ്റെ അടുക്കൽ ഒരാൾ വന്നു, ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന വീട്ടിലുള്ള ഇന്ന ആളുടെ പുതിയാപ്പിളയാണ്. സുബ്ഹാനല്ലാഹ്, എനിക്ക് മക്കളില്ല, എൻ്റെ ഭാര്യയ്ക്ക് മക്കളില്ലെന്ന് മാത്രമല്ല ഭാര്യയുടെ ജേഷ്ഠത്തിക്കുമില്ല, അവളെ ജേഷ്ഠത്തിക്കുമില്ല. 3 പെൺകുട്ടികളും ഇന്ന് വരെ പ്രസവിച്ചിട്ടില്ല. എൻ്റെ ഭാര്യ വീട്ടിൽ നിന്നുള്ള 3 പെൺകുട്ടികളും പ്രസവിച്ചിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോ ഞാൻ ഇങ്ങനെ മുഖത്ത് നോക്കി. അവർക്ക് ചൊല്ലാൻ ദിക്ർ പറഞ്ഞു കൊടുത്തെങ്കിലും എൻ്റെ മനസ്സിലപ്പോൾ ഓർമ്മ വന്നു, ആ വീട്ടിൽ ഞാൻ കല്യാണത്തിന് പോയിട്ടുണ്ട്. കല്യാണത്തിന് ചെന്ന് കയറുമ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്താണ്?
ഞാൻ കയറി ചെല്ലുമ്പോൾ പെട്ടെന്ന് തന്നെ കാണുന്നത് കല്യാണം കഴിക്കുന്ന പെണ്ണിനെ നന്നായി അണിച്ചൊരുക്കിയിട്ട് ഉള്ള സ്വർണങ്ങളെല്ലാം കഴുത്തിലും കാതിലുമൊക്കെ ഇട്ടിട്ട് ഈ പെണ്ണിനെ ജനങ്ങൾക്ക് കാണാൻ വേണ്ടി സ്റ്റേജിലിരുത്തിയിരിക്കുകയാണ്. ഞാൻ അവിടുന്ന് തലതാഴ്ത്തി തിരിച്ചു പോന്നതാണ്. പക്ഷേ ആ കല്യാണം കഴിച്ച ചെറുപ്പക്കാരനോ ആ പെണ്ണിന്റെ മൂത്ത പെൺകുട്ടിയുടെ ഭർത്താവാണോ എന്നെനിക്കറിയില്ല. എന്നോട് വന്ന് പറയുന്നു 3 കുട്ടികൾക്കും, അവിടുന്ന് കല്യാണം കഴിഞ്ഞ 3 പെൺകുട്ടികൾക്കും മക്കളില്ല. ഉസ്താദിന്റെ അടുക്കൽ ഞങ്ങൾ ദിക്ർ വാങ്ങാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. അല്ലാഹുവേ, അവർക്കും നീ പുറത്തു കൊടുക്കണം റഹ്മാനെ, ഞങ്ങൾക്കും പുറത്തു തരണം റഹ്മാനെ. അവർക്കും അതുപോലെ മക്കളില്ലാത്ത മുഴുവൻ ആളുകൾക്കും ഈ ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ഒരു സന്തോഷത്തിന്റെ ദിനം വരുമ്പോ അത് വിവാഹത്തിന്റെ സുദിനമാകട്ടെ, പെരുന്നാളിന്റെ സുദിനമാകട്ടെ. പെരുന്നാൾ വരുമ്പോ പോലീസ് ഉദ്യോഗസ്ഥന്മാര് പേടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ബുദ്ധിയും വിവേകവുമുള്ളവർ ഭയപ്പെടുകയാണ്. മുസ്ലിം ചെറുപ്പക്കാർ ഏത് വണ്ടിയെടുത്ത് എവിടെ പോയിട്ട് എന്ത് മുസീബത്താണ് തെണ്ടുന്നത്, എവിടെ പോയിട്ട് എന്ത് തെറ്റാണ് ചെയ്യുന്നത്, ഏത് റോട്ടമ്മിൽ വെച്ചാണ് സുബ്ഹാനല്ലാഹ് പടക്കം പൊട്ടിച്ച് ശല്യം ചെയ്യുന്നത്, എവിടെ വെച്ചാണ് എന്ത് പ്രശ്നമാണ് സൃഷ്ടിക്കാൻ പോകുന്നത് എന്നിവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഭയപ്പെടുന്ന സാഹചര്യം ഈ അടുത്ത കാലത്ത് തുടങ്ങിയതല്ലേ മുസ്ലിമീങ്ങളെ? വിവാഹസുദിനത്തിൽ മാന്യമായ രൂപത്തിൽ വിവാഹങ്ങൾ നടന്നതിന് പകരം ആഭാഗസകരമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് മുഴുവൻ വിവരമുള്ളവരും അതുപോലെ തന്റെ ഇടമുള്ളവരും വെറുക്കുന്ന സാഹചര്യത്തിലേക്ക് വിവാഹം കഴിക്കുന്ന ചെറുപ്പക്കാരനും കുടുംബവും അതപ്പതിക്കുന്ന സ്വഭാവം ഈ അടുത്ത് ആരംഭിച്ചതല്ലേ? ചോദിക്കട്ടെ, ഈ വരനും വധുവും തമ്മിലുള്ള സന്തോഷകരമായ ജീവിതം തരേണ്ടവൻ അല്ലാഹുവല്ലേ? മക്കളെ തരേണ്ടവൻ അല്ലാഹുവല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇന്നും പകല് സമയത്ത് കുറ്റ്യാടിയിൽ വന്ന് പൊട്ടിക്കരഞ്ഞ ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മ പറയുന്നത് എന്താണ്? എന്റെ മകൻ ഞാൻ പറയും പോലെ അനുസരിക്കുന്നില്ല, എന്നോട് അതാ വല്ലാതെ ബഹളം വെക്കുന്നു, എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു, എന്റെ മകനൊന്ന് നന്നാകാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ആ ഉമ്മ ഇന്ന് ഉച്ചക്ക് പൊട്ടിക്കരഞ്ഞത് ഞാൻ ഓർമ്മിക്കുകയാണ്. ചോദിക്കട്ടെ, നിങ്ങളെ മക്കളെ നന്നാക്കേണ്ടതാരാണ്? മക്കള് നിങ്ങൾക്ക് ഗുണകരമാക്കി തരേണ്ടതാരാണ്? നിങ്ങൾക്ക് ശല്യം ചെയ്യാത്ത മക്കളാക്കേണ്ടതാരാണ്? അതെല്ലാം റബ്ബിന്റെ അധികാരത്തിലാണെന്ന് വിശ്വാസമില്ലാത്തവൻ മുസ്ലിമല്ലല്ലോ. ആ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവിന്റെ ആധിപത്യത്തിൻ കീഴിൽ ജീവിക്കുന്നവരാണ് ഞങ്ങളെന്ന നിലയ്ക്ക് ജീവിതത്തിന്റെ സർവരംഗവും അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ നീക്കാൻ നോക്കൂ മുസ്ലിമേ, അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ നീക്കാൻ നോക്കൂ മുസ്ലിമത്തെ. ഓ പെൺകുട്ടികളെ, ചെറുപ്പക്കാരെ, അല്ലാഹു ആരോഗ്യം തന്നപ്പോ, അല്ലാഹു പണം തന്നപ്പോ, അല്ലാഹു സൗകര്യങ്ങൾ തന്നപ്പോ അതെങ്ങനെ ചെലവഴിക്കണമെന്നറിയാതെ അനാവശ്യത്തിന് ചെലവഴിക്കുന്നവരും ആഭാസകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുമായി നമ്മളതപ്പതിക്കുമ്പോൾ അല്ലാഹു കാണുന്നുണ്ട് കേട്ടോ, അറിയുന്നുണ്ട് കേട്ടോ. അതിന് ഈ ദുന്യാവിലും ശിക്ഷ തരാൻ അവൻ അധികാരമുണ്ട്, ആഖിറത്തിലും ശിക്ഷ തരാൻ അവൻ അധികാരമുണ്ട്. ചോദിക്കട്ടെ, ഒരു ചെറിയ രോഗം വന്നാൽ പോകട്ടെ, ഒരു ഷുഗറിന്റെ രോഗം വന്നാൽ പോകട്ടെ, ഒരു പ്രഷറിന്റെ രോഗം വന്നാൽ പോകട്ടെ, ഒരു കിഡ്നിയുടെ രോഗം വന്നാൽ, ഒരു ഹാർട്ടിന്റെ രോഗം വന്നാൽ, ഒരു ക്യാൻസറോ അൾസറോ ട്യൂമറോ വന്നാൽ, അല്ല കൈക്കോ കാലിനോ വേദന വന്നാൽ, ഡിസ്കിന് വേദന വന്നാൽ, നിനക്ക് മറ്റെന്തെങ്കിലും രോഗം വന്നാൽ തടുക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ? അധികാരസ്ഥനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ഉസ്ബെക്കിസ്ഥാനിൽ ഞാൻ ചെന്നപ്പോ താസ്കൻഡിൽ വെച്ച് ഞാനൊരു വീഡിയോ കേസറ്റ് കണ്ടു. ആ വീഡിയോ കേസറ്റ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി താസ്കൻഡിൽ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ പോയിരുന്നു. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി മധ്യസ്ഥം പറയുന്ന യോഗത്തിൽ പങ്കെടുക്കാൻ പോയതാണ്.
ആ യോഗത്തിൽ പങ്കെടുക്കുന്നത് കാണുന്നു, പലരും കൈമുട്ടുന്നു. ആ യോഗത്തിൽ അവസാനം തീരുമാനം ഒപ്പിടുന്നത് കാണുന്നു, പലരും കൈയടിക്കുന്നു. അങ്ങനെ ഓരോ രംഗങ്ങളും കാണുന്നു. അതേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. അതേ ഉസ്ബെക്കിസ്ഥാനിൽ താസ്കൻഡിൽ അദ്ദേഹം മീറ്റിംഗിൽ പോയതാണ്. പക്ഷേ നിങ്ങളറിയോ, ആ യോഗത്തിൽ ഒപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. പക്ഷേ ഇന്ത്യയിലെത്താൻ സമയം കിട്ടിയില്ല. കുഴഞ്ഞു വീണ് അവിടെ മരണപ്പെട്ടു പോയി. ഇന്നും നിങ്ങൾ പോയാൽ താസ്കൻഡിൽ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സ്മാരകമായി ഒരു ബിൽഡിംഗ് ഉണ്ട്. കാരണം അദ്ദേഹം അവിടെ നിന്നാണ് മരണപ്പെട്ടു പോയത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. സുഹൃത്തുക്കളെ, ഏത് പ്രധാനമന്ത്രിയായാലും, ഏത് വ്യക്തിയായാലും, ഏത് രാജാവായാലും, ഏത് പ്രസിഡന്റോ സെക്രട്ടറിയോ ഖജാഞ്ചിയോ മെമ്പറോ, ഏത് പണ്ഡിതനോ പാമരനോ, ഏത് സയ്യിദോ സാധാരണക്കാരനോ, ഏത് ബിസിനസ് ഉള്ളവനോ തൊഴിലാളിയോ മുതലാളിയോ ആരായാലും അതാ വിളിക്കുന്ന സമയത്ത് യാത്ര ചെയ്യാതെ നിർവാഹമില്ല. ആ യാത്രക്ക് വേണ്ടി ഒരുങ്ങി ജീവിക്കുന്നവനാരോ അവനാണ് ബുദ്ധിയുള്ളവൻ കേട്ടോ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർറാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകട്ടെ. എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ, നമ്മുടെ മുൻഗാമികളായ ചെറുപ്പക്കാര് ജീവിച്ചത് എന്തിനാണ്? അവര് ജീവിച്ചതെങ്ങനെയാണ്? അവര് സ്വർഗം സമ്പാദിച്ചതെങ്ങനെയാണ്? അവർ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിച്ചിട്ടല്ലേ? അവർ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് ജീവിച്ചിട്ടല്ലേ? അവരിൽ പലരും പട്ടിണി കിടന്നുകൊണ്ട് പ്രയാസങ്ങൾ അനുഭവിച്ച് ജീവിച്ചവരല്ലേ? ആ മഹത്തായ ജീവിതം നയിച്ചപ്പോൾ അവർക്ക് റബ്ബ് സ്വർഗം കൊടുത്തു. നിങ്ങൾ കേട്ടിട്ടില്ലേ, മുആദ് ബിൻ അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനാണ്. ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തിരിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ അവിടുന്ന് പഠിപ്പിക്കുന്ന വിശ്വാസവും കർമ്മവും പ്രചരിപ്പിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആശയത്തിന്റെ പ്രചരണത്തിന് വേണ്ടി അതിന്റെ എതിരാളികളായ ശത്രുക്കളതാ വാളും എടുത്ത് കുന്തവും എടുത്ത് അതേ മുസ്ലിമീങ്ങളെയും മുസ്ലിം രാഷ്ട്രത്തെയും വെട്ടി നുറുക്കി പിടിക്കാൻ വേണ്ടി വന്നപ്പോ നേരിടാൻ പോയതാണ്. ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ മുആദ് ബിൻ അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹുവിന്റെ കൈപ്പലക്ക് വെട്ടേറ്റുപോയി. കൈ മുറിഞ്ഞുപോയി. തോലിന്റെ മേലെ കൈ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ആ തൂങ്ങിക്കിടക്കുന്ന കൈ മഹാനായ മുആദ് ബിൻ അംർ ബിൻ ജമൂഹ് റളിയല്ലാഹു അൻഹു ആ കൈ പുറത്തേക്കിട്ടു. തൂങ്ങിക്കിടക്കുന്ന കൈ കൊണ്ട് യുദ്ധം ചെയ്യാൻ പ്രയാസം വന്നപ്പോ കൈയെടുത്ത് പുറത്തേക്ക് വലിച്ചിട്ടു. തൂങ്ങിക്കിടക്കുന്ന കൈ പുറത്തേക്ക് വലിച്ചിട്ടു. ഒറ്റ കൈ കൊണ്ട് ചാടി ചാടി യുദ്ധം ചെയ്യുകയാണ്. ആ ചാടുന്ന ചാട്ടത്തിൽ അതാ തൂങ്ങിക്കിടക്കുന്ന പുറത്ത് വലിച്ചിട്ട കൈ ചാടുമ്പോൾ മുന്നിലേക്ക് വന്ന് തൂങ്ങി വീണുപോയി. രക്തമിങ്ങനെ ഒലിക്കുന്നുണ്ട്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരൻ ആ കുനിഞ്ഞു നിന്നിട്ട് കൈയിന്റെ കൈപ്പടത്തിന്റെ മേലെ ചവിട്ടി അവിടെ നിന്നു. എന്നിട്ട് സുബ്ഹാനല്ലാഹ്, എന്റെ ദീനീ പ്രവർത്തനത്തിന് ശല്യം ചെയ്യുന്ന ഈ കൈ, ആ കൈ എനിക്ക് വേണോ? സുബ്ഹാനല്ലാഹ്, കൈപ്പടത്തിന്റെ മേലെ ചവിട്ടി നിന്നിട്ട് വളരെ സ്പീഡിൽ മേൽപോട്ടൊരൊറ്റ ഉയരലാണ്. ആ ഉയരുന്ന സമയത്ത് മുറിഞ്ഞു നിൽക്കുന്ന കൈ അതാ നാര് പൊളിച്ചെടുക്കുന്നത് പോലൊരു കഷ്ണം തോലിന്റെ കൂടെ പറിച്ചിങ്ങെടുത്തു.
ആ കയ്യുമെല്ലാം മാറ്റി അവിടെ വെച്ചു. എന്നിട്ട് ഒറ്റക്കൈയിന്റെ മേലെ അള്ളാന്റെ ദീനിനു വേണ്ടി പോരാടുകയാണ്. ഇതല്ലേ സ്വർഗം സമ്പാദിച്ച ചെറുപ്പക്കാർ. ഓ കാരണവന്മാരെ, അതേ സമയത്ത് ആ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പ ഒരു 10-70 വയസ്സുള്ള കിഴവനായ മഹാനാണ്. വളരെ പ്രായമുള്ള ആളാണ്. കാലിന് മുടന്താണ്, നടക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് യുദ്ധത്തിനൊരുങ്ങുന്ന സമയത്ത് മുആദും മുഅവ്വിദും ഖല്ലാദും 3 മക്കളും കൂടിയിട്ട്, ബാപ്പാ നിങ്ങൾ യുദ്ധത്തിന് പോകേണ്ടതില്ല, നിങ്ങളെ കാലിന് മുടന്തല്ലേ, നിങ്ങൾക്ക് വലിയ പ്രായമല്ലേ, നിങ്ങൾ പോകേണ്ടതില്ല. ഖുർആനിൽ മുടന്തുള്ളവർ യുദ്ധത്തിന് പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് വീട്ടിലിരുത്താൻ ശ്രമിച്ചപ്പോ ഒറ്റക്കാലിന്റെ മേലെ മുടന്തുള്ള കാല് കൊണ്ട് നൊണ്ടി നടന്ന് ഇലാ ഹദ്റത്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദ്റത്തിൽ ചെന്ന്, ഇന്നാ ബിനായി ഹൗലൈ യുരീദൂന അൻ യഹ്ബിസൂനി അൻ ഹാദൽ ഖൈർ, ഈ ഖൈറായ ദീനീ പ്രവർത്തനത്തിനിറങ്ങുമ്പോൾ എന്റെ മക്കൾ എന്നെ അനുവദിക്കുന്നില്ല നബിയേ. യതദറഊന ബിഅന്നി അർജു, എന്റെ കാലിന് മുടന്തുണ്ട്, അതുകൊണ്ട് ഞാൻ ഇറങ്ങണ്ടെന്നാ അവർ പറയുന്നത്. ശത്രുവിന്റെ മുമ്പിലേക്ക് ഞാൻ ഇറങ്ങണ്ടെന്നാ അവർ പറയുന്നത്. ഞാൻ യാത്ര ചെയ്യണ്ടെന്നാണ് അവർ പറയുന്നത്. എന്നിങ്ങനെ പറയുമ്പോ നബി തങ്ങളോട് പറയുന്നു, ഓ നബിയേ, ദീനിന്റെ പ്രവർത്തന രംഗത്ത് ഇഖ്ലാസോടെ ഇറങ്ങിയിട്ട് അധ്വാനിച്ചാൽ, ശഹീദായി മരിച്ചാൽ സ്വർഗം കിട്ടൂല നബിയേ. ഇന്നീല അർജു അന്ന താബിഉർജതി ഹാദിഹി അൽ ജന്ന, എനിക്ക് തങ്ങളോട് പറയാനുള്ളത്, മുടന്തുള്ളത് കൊണ്ടാണ് ഞാൻ ആ പ്രവർത്തന രംഗത്തിറങ്ങണ്ടെന്ന് എന്റെ മക്കൾ പറയുന്നതെങ്കിൽ, എന്റെ ഈ മുടന്തുള്ള കാലോടുകൂടി എനിക്കുമൊന്ന് സ്വർഗത്തിൽ ചവിട്ടണം നബിയേ. സ്വർഗം വെറുതെ കിട്ടൂലല്ലോ, ക്ഷമിക്കാതെ കിട്ടൂലല്ലോ, അധ്വാനിക്കാതെ കിട്ടൂലല്ലോ. അതുകൊണ്ട് ദീനിനു വേണ്ടി പ്രവർത്തിക്കുമ്പോ ചീത്ത പറയുന്നവരുണ്ടാകാം, തെറി പറയുന്നവരുണ്ടാകാം, കള്ളപ്രചരണം നടത്തുന്നവരുണ്ടാകാം, കുറ്റം പറയുന്നവരുണ്ടാകാം, ചീത്ത വിളിക്കുന്നവരുണ്ടാകാം, പലതും ചെയ്യുന്നവരുണ്ടാകാം, വാളെടുത്ത് യുദ്ധത്തിന് വരുന്നവരുണ്ടാകാം, കല്ലെറിയാൻ വരുന്നവരുണ്ടാകാം, അമ്പും വില്ലും കൊണ്ടുവരുന്നവരുണ്ടാകാം. പക്ഷേ അവിടെയൊക്കെ പിന്തിരിഞ്ഞു പോയാൽ സ്വർഗമില്ലല്ലോ. അതുകൊണ്ട് നെഞ്ഞൂക്കോടുകൂടെ ഞാനും എന്റെ ഈ മുടന്തുള്ള കാലുകൊണ്ട് യുദ്ധത്തിനിറങ്ങിയിട്ട്, നബിയെ എനിക്കും ഈ മുടന്തുള്ള കാലുകൊണ്ടെങ്കിലും സ്വർഗത്തിലൊന്ന് ചവിട്ടണം നബിയേ എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കളെ വിളിച്ചു പറഞ്ഞു, മുഅമ്മിദേ, മുആദേ, ഖല്ലാദേ, ലാ തഹ്ബിസു, ബാപ്പാനെ തടയണ്ട, ബാപ്പാനെ തടയണ്ട. ലഅല്ലല്ലാഹ യർസുഖു ശഹാദ, ഷഹീദായി മരിച്ച് സ്വർഗത്തിലെത്താനുള്ള ഭാഗ്യം ബാപ്പാക്കല്ല കൊടുത്തേക്കും, നിങ്ങൾ തടയണ്ട. കിഴവനായ മുടന്തുള്ള സഹാബി മഹാനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു കൂന്ന് നടന്നുകൊണ്ട് നൊണ്ടി നടന്നുകൊണ്ട് ഉഹദ് യുദ്ധത്തിൽ വന്ന്, ഉഹദ് യുദ്ധത്തിൽ ഘോരമായ പോരാട്ടം നടക്കുമ്പോ ഹബീബായ നബി തങ്ങളെ മുമ്പല്ല് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്, തലക്ക് മുറിവേറ്റ് രക്തം വന്നിട്ടുണ്ട്, പ്രശ്നങ്ങൾ പലതും സംഭവിച്ചിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായി വീണിട്ടുണ്ട്. അവിടുത്തെ നെഞ്ഞു കുത്തി പൊട്ടിച്ച് കരള് പിടിച്ചു വലിച്ച് പുറത്തിട്ട് ചുത്തുപ്പിയിട്ടുണ്ട്. അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അള്ളാന്റെ ദീനിന്റെ പ്രചരണത്തിനല്ലേ, ആരെയും ആക്രമിക്കാൻ പോയതല്ല, ഒരു നല്ല ഭരണം നടക്കുമ്പോ തീവ്രവാദ പ്രവർത്തനം നടത്തിയതല്ല, ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ കീഴിലുള്ള ഭരണാധികാരിയുടെ കീഴിൽ, ആ ഭരണത്തിന്റെ കീഴിലുള്ള പട്ടാളക്കാരും പ്രജകളും രാഷ്ട്രത്തിന്റെയും
രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും നിലനിൽപ്പിന് വേണ്ടി നടത്തിയ യുദ്ധമാണ്. തീവ്രവാദമല്ല, ഭീകരവാദമല്ല, അക്രമമല്ല, ഘോരമായ യുദ്ധം നടക്കുകയാണ്. 400-ലധികം കിലോമീറ്റർ അകലെ നിന്ന് സഞ്ചരിച്ചു വന്ന ശത്രുക്കളാണ്. ആ ശത്രുക്കൾ മദീനയുടെ തൊട്ടടുത്തുള്ള ഉഹദിലെത്തിയിരിക്കുകയാണ്. അവരെ നേരിടാനുള്ള യുദ്ധമാണ്. ഈ മഹാനായ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ചാടി ചാടി യുദ്ധം നടത്തുന്നതിനിടയിൽ ഇന്നീല മുസ്താഖുൻ മിനൽ ജന്ന, ഇന്നീല മുസ്താഖുൻ മിനൽ ജന്ന, ഇന്നീല മുസ്താഖുൻ മിനൽ ജന്ന, ഞാൻ സ്വർഗത്തിലേക്ക് ആശ വെച്ചവനാണ്. ജനങ്ങളെ, ശത്രുക്കളെ, എന്റെ മുടന്തു നിങ്ങൾ നോക്കണ്ട, എന്റെ പ്രായം നിങ്ങൾ നോക്കണ്ട, ഞാൻ സ്വർഗത്തിൽ ആശ വെച്ചവനാണ്, സ്വർഗത്തിൽ ആശ വെച്ചവനാണെന്ന് പറഞ്ഞ് മുടന്തുള്ള കാലുകൊണ്ട് ഒരു കാലുകൊണ്ട് ചാടി ചാടി യുദ്ധം ചെയ്യുന്നതിനിടയിൽ ഷഹീദായി വീണുപോയി. ചെറുപ്പക്കാരും പ്രായമുള്ളവരും അള്ളാഹുവിന് വേണ്ടി അവരുടെ ശരീരം സമർപ്പിക്കുന്നു, അവരുടെ സമ്പത്ത് സമർപ്പിക്കുന്നു. അവർ ഈ ഭൂമിലോകത്തെ ജീവിതത്തെ തീർന്നു പോകുന്ന ജീവിതമായി കാണുന്നു. ഒരിക്കലും തീരാത്ത സ്വർഗത്തിലെ ജീവിതത്തിന് വേണ്ടി എന്തും കൊടുക്കാൻ അവർ സന്നദ്ധരാകുന്നു. അവരുടെ മാർഗം അവലംബിച്ച് അവര് പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിന്ന് തഖ്വയോടെ ജീവിച്ച് മരിക്കണേ മുഅ്മിനീങ്ങളെ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആലിമീങ്ങളുടെ കൂടെ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സയ്യിദന്മാരുടെ കൂടെ, അതിനുവേണ്ടി ജീവിക്കുന്ന പ്രവർത്തകരുടെ കൂടെ നമ്മൾ അല്ലാഹുവിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ച് സധീരം പ്രവർത്തിക്കണമെന്ന് SSFന്റെ പ്രവർത്തകരോട്, SYSന്റെ പ്രവർത്തകരോട്, എല്ലാ ചെറുപ്പക്കാരോടും മുഅ്മിനീങ്ങളോടും ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നമ്മൾ ദീനീ പ്രവർത്തകരാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ സുബ്ഹി ഖളാക്കുന്നവരാകരുത്, സുന്നത്തിനോട് താല്പര്യമില്ലാത്തവരാകരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആഭാസകരമായ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവരാകരുത്. നമ്മൾ ദീനീയായ ചുറ്റുപാടിൽ തന്നെ ജീവിച്ച് മരിക്കണം, തഖ്വയോടെ ജീവിച്ച് മരിക്കണം. നമ്മൾ ജീവിക്കുന്നത് എത്ര കൊല്ലമാണെങ്കിലും ശരി, 55 വയസ്സിലധികം ഈ പാവപ്പെട്ട എനിക്ക് കഴിഞ്ഞുപോയി. ഇനി എത്ര കാലമുണ്ടെന്ന് എനിക്കറിയില്ല. അതുപോലെ നമ്മിൽ പലർക്കുമുള്ള കാലം അറിയില്ല. ഇനിയൊരു 100 കൊല്ലം തന്നെ ജീവിച്ചാലും ഓ സുഹൃത്തുക്കളെ, അതോടെ ജീവിതം കഴിഞ്ഞില്ലേ. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ആയുസ് ചുരുങ്ങി ചുരുങ്ങി തീർന്നു പോയില്ലേ. ഇനി തീരാത്ത ഒരു ലോകം, അവസാനിക്കാത്ത ഒരു കാലം, ഖബറിൽ സന്തോഷത്തോടെ സ്വർഗം നോക്കിക്കിടക്കുന്ന ഒരു ലോകം. ഖബറിൽ നിന്നിറങ്ങിയാൽ സാലിഹീങ്ങളെ കൂടെ പോയി നിൽക്കുന്ന ഒരു ലോകം. അവിടുന്നതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശഫാഅത്ത് കിട്ടുന്ന ഒരു ലോകം. അവിടുത്തെ കയ്യിൽ നിന്ന് വെള്ളം കിട്ടുന്ന ഒരു ലോകം. അവിടുന്നതാ സ്വർഗത്തിന്റെ ഉദ്ഘാടനത്തിന് വരുമ്പോ ആ സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ച് കുലുക്കി അന അവ്വലുമൻ യുഹരികു ഹൽഖൽ ജന്ന, സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചു കുലുക്കി സ്വർഗമുദ്ഘാടനം ചെയ്യുന്ന രംഗം. അവിടെ പോയി പങ്കെടുക്കാൻ കഴിഞ്ഞാൽ, സ്വർഗത്തിലേക്ക് കാലെടുത്തു വെക്കാൻ കഴിഞ്ഞാൽ, അതിനു മുമ്പുള്ള ഭയാനകമായ രംഗങ്ങൾ, അവനവന്റെ നന്മതിന്മകൾ എഴുതിയ റിക്കാർഡ് വിതരണം ചെയ്യുന്ന രംഗങ്ങൾ, അവനവന്റെ നന്മതിന്മ തൂക്കുന്ന രംഗങ്ങൾ, അതേ സിറാത്ത് പാലം കടക്കുന്ന രംഗങ്ങൾ, ഇത്രയുള്ള രംഗങ്ങളൊക്കെയും രക്ഷപ്പെട്ട് ഫരീഖും ഫിൽ ജന്നത്തി വ ഫരീഖും ഫിസ് സഈർ, ഒരു വിഭാഗം സ്വർഗത്തിലേക്കും ഒരു വിഭാഗം നരകത്തിലേക്കും എന്ന് വിളിക്കപ്പെടുമ്പോ ആ
സ്വർഗത്തിൽ പോകുന്ന വലിയ വലിയ മഹാന്മാരുടെ കൂടെ, നമ്മുടെ മുൻഗാമികളായ സാലിഹീങ്ങളെ കൂടെ, പെരിങ്ങത്തൂരിൽ ശൈഖ് അലീനുൽ ഖൂഫി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ കൂടെ, മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി തങ്ങളെ കൂടെ, തങ്ങളവരുടെ ശിഷ്യനും കൂടിയായ മഹാനായ പുല്ലൂക്കര ഉസ്താദിന്റെ കൂടെ, നമ്മുടെ മുൻഗാമികളായ സാലിഹീങ്ങളുടെ കൂടെ, സയ്യിദന്മാരുടെ കൂടെ, നമ്മുടെ മുൻഗാമികളും നമ്മുടെ ബാപ്പമാരും ഉമ്മമാരും നമ്മളെ സ്നേഹിച്ചവരും ആദരിച്ചവരും നമ്മോട് സഹകരിച്ചവരുമായ മോമിനീങ്ങളുടെ കൂടെ, ഭാര്യമാര് സന്താനങ്ങളോട് കൂടെ ആ സ്വർഗത്തിലെത്തിയാൽ ആ സ്വർഗത്തിൽ ഒരിക്കലും ഇറങ്ങേണ്ടതില്ല. ആ സ്വർഗത്തിലെ മാളികൾക്ക് ഒരു കള്ളനും അവിടെ പ്രവേശനമില്ല. അവിടെ ഒരു പെയിന്റും ഇളകിപ്പോകുന്നില്ല, ഒരു മതിലും തകർന്നു പോകുന്നില്ല, ഒരു വീടും അവിടെ അതാ നശിച്ചു പോകുന്നില്ല, അവിടെയുള്ള ഭക്ഷണം ദുഷിക്കുന്നില്ല, അവിടെ ക്യാൻസറോ അൾസറോ ട്യൂമറോ ഷുഗറോ പ്രഷറോ ഭയപ്പെടേണ്ടതില്ല. അവിടെയുള്ള ഭാര്യമാർ അവരെ കന്യകത്വം നീങ്ങുന്നില്ല, ഭർത്താക്കന്മാര് കിഴവന്മാരാകുന്നില്ല. എന്നും സന്തോഷമല്ലാതെ ഒന്നുമില്ല. കുറ്റം പറയുന്നവരോ ചീത്ത പറയുന്നവരോ തെറി പറയുന്നവരോ ആക്രമിക്കുന്നവരോ ആരും അവിടെ ഇല്ല. ആ സന്തോഷകരമായ ജീവിതം 100 വർഷമല്ല, 1000 വർഷമല്ല, 1 കോടി വർഷമല്ല, 1000 കോടി വർഷമല്ല, കോടി 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 എന്ന് മരണം വരെ പറഞ്ഞാലും തീരുന്ന കൊല്ലമല്ല. ആ ജീവിതത്തിന് വേണ്ടി ഒരു ചുരുങ്ങിയ ജീവിതം നമുക്ക് ക്ഷമിച്ചുകൂടെ? ഒരു ചുരുങ്ങിയ ജീവിതം നമുക്ക് ക്രമീകരിച്ചുകൂടെ? അതിൽ ഇസ്ലാമിന്റെ ചിട്ടയിൽ തന്നെ നമുക്ക് പാകപ്പെടുത്തി ജീവിച്ചുകൂടെ? ആ വാഗ്ദത്തം ചെയ്ത ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഹൗദുൽ കൗസറിന്റെ അടുക്കൽ കാത്തു നിൽക്കുമ്പോൾ, അന ഫറത്തുക്കും മിൻദൽ ഹൗദി, ഞാൻ ഹൗദിന്റെ അടുക്കൽ എന്റെ ഉമ്മത്തുകളെ കാത്തു നിൽക്കുമെന്ന് പറയുമ്പോ സന്തോഷത്തോടെ ഹബീബായ നബി ഞങ്ങളെ കാണാൻ നമുക്കവിടെ ചെന്നുകൂടെ? അതിനാത്മാർത്ഥമായ പ്രവർത്തനം നടത്തണമെന്നും ജീവിതത്തിൽ വന്ന സർവ്വ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി കിട്ടാൻ റബ്ബിനോട് താണുകേണ് തൗബ ചെയ്യണമെന്നും നന്നാകാൻ പരിശ്രമിക്കണമെന്നും എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള നീ പൊരുത്തപ്പെട്ട മജ്ലിസാക്കണം റഹ്മാനേ.